ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതം ചർച്ച നമുക്ക് തുടരാം. രാവിലെ ഭഗവാൻ സഭയിൽ വെച്ച് വിശ്വരൂപം കാണിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഭഗവാൻ ശാന്തി ദൂതനായിട്ട് പോവുകയും സഭയിൽ വെച്ച് കൗരവർക്കും വേണ്ടിയും പാണ്ഡവർക്കും വേണ്ടി നന്മയുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ദുര്യോധൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം ഭഗവാനെ തന്നെ ബന്ദിയാക്കാൻ നോക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ഭഗവാനെ ബന്ദിയാക്കാൻ നോക്കുന്ന സമയത്ത് ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയും 33 കോടി ദേവന്മാരും ഭഗവാന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കൗരവരെല്ലാവരും കാണുകയാണ്. എല്ലാവരും ഭയപ്പെട്ടു. ദുര്യോധനാദികൾക്ക് ഭഗവാന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി പോലും ഇല്ലായിരുന്നു. ആ സമയത്ത് ധൃതരാഷ്ട്രർ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സഞ്ജയനോട്. സഞ്ജയൻ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേട്ടിട്ട് ധൃതരാഷ്ട്രർക്ക് ആഗ്രഹം തോന്നുകയാണ് ഭഗവാന്റെ ആ വിശ്വരൂപം നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, ഭഗവാനെ, അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യുന്ന ആളാണ്. എൻ്റെ നന്മയ്ക്കായിട്ട് അങ്ങയുടെ ആ രൂപം ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിശ്വരൂപമാണ്. അതെല്ലാം കണ്ടതിന് ശേഷം ധൃതരാഷ്ട്രർ വീണ്ടും അന്ധനായിട്ട് മാറുകയാണ്. ഭഗവാൻ കുന്തി ദേവിയും കണ്ടതിന് ശേഷം അവിടുന്ന് തിരിക്കുകയാണ്. ഇത് നമുക്ക് നോക്കാം ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിക ഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനിക വൃദവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്രിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.
हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्ता नमोऽस्तुते। जयतां सुरतो पङ्गोर्मम मन्दमतेर्गतिमत्सर्वस्य पादाम्भोजो राधामदनमोहनो दिव्यद्वन्द्वारण्यकल्पद्रुमदश्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठानभिसेव्यमानो स्मरामि। श्रीमन्रासरसारम्भी वंशीवटत्तटस्थिता कर्षन्वेणुस्वनैर्गोपीर्गोपीनाथश्रीस्तुना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമേശ്വരം। ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. രാവിലെ നമ്മൾ ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടു, നമ്മളെല്ലാവരും കണ്ടു. ആ ചർച്ചയിലൂടെ എല്ലാവർക്കും കൺമുന്നിൽ കാണുന്ന പോലെ തോന്നി. ഇനി മുന്നോട്ടുള്ള അധ്യായം നമുക്ക് നോക്കാം. ഭഗവാൻ പോയതിന് പിറ്റേ ദിവസം കർണൻ അതിരാവിലെ സൂര്യപൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിക്കാലം മുതലേ കർണന് സൂര്യപൂജ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഒരിക്കലും സൂര്യപൂജ മുടക്കിയിട്ടില്ല. സൂര്യോദയത്തിന് മുമ്പായിട്ട് രഥത്തിൽ കയറി യാത്രയാവുകയാണ്. ഗംഗാതീരത്തേക്ക് പോയി. ഒരുപാട് ബ്രാഹ്മണരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു തോർത്ത് മാത്രം ഉടുത്തുകൊണ്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങി കിഴക്ക് ദിശയിലേക്ക് നോക്കി വേദമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഗംഗാതീരത്ത് തന്നെ ബ്രാഹ്മണർ ഒരു ഹോമാഗ്നി കത്തിച്ചു. എന്നിട്ട് സൂര്യദേവനായിട്ട് എല്ലാവിധ ദ്രവ്യങ്ങളും അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹോമത്തിൽ. ഈ ഒരു സൂര്യപൂജയ്ക്ക് ശേഷം ആരവിടെ എത്തിയാലും അവർക്ക് എന്തും കൊടുക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ കർണൻ ചെയ്തിട്ടുണ്ട്. ദേവേന്ദ്രൻ വന്ന് ആ സമയത്തായിരുന്നു കവചം കൊണ്ടുപോയത്. ഇതേ സമയത്ത് തന്നെ കുന്തി ദേവി അവിടെ എത്തി. കർണനെ ആദ്യമായിട്ട് പ്രദർശന വേദിയിൽ കണ്ടിരുന്നു. എല്ലാ കുരുവംശത്തിലെ എല്ലാ രാജകുമാരന്മാരും അവരവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ആ സമയത്ത് അവിടെ വെച്ചായിരുന്നു മകനെ വർഷങ്ങൾക്ക് ശേഷം ആദ്യം കാണുന്നത്. കർണനെ കണ്ട ഉടൻ തന്നെ ദേവിക്ക് മനസ്സിലായിരുന്നു ഇതെന്റെ മകനാണ്. പക്ഷെ ദേവിക്ക് അറിയായിരുന്നു അത് കർണൻ അറിയത്തില്ലെന്ന്. കർണൻ എപ്പോഴും പാണ്ഡവർക്കെതിരെ നിൽക്കുന്നത് ദേവിക്ക് വലിയ വിഷമമായിരുന്നു. ഇവർ തമ്മി കൊല്ലുന്നതിനെ കുറിച്ച് ദേവിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇതെന്തായാലും കർണനെ അറിയിച്ചേ പറ്റൂ എന്ന് ദേവി തീരുമാനിച്ചു. അതിലൂടെയെങ്കിലും കർണൻ പാണ്ഡവരുടെ പക്ഷത്താവുന്നെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് ദേവി വിചാരിച്ചു. സൂര്യൻ ഉദിച്ച ആ സമയത്ത് തന്നെ കുന്തി ദേവി
ഗംഗാ തീരത്തേക്ക് എത്തി. അപ്പോൾ ദൂരെ വെച്ച് തന്നെ കർണൻ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതായിട്ട് കണ്ടു. ഒരു അമ്മ മകനെ നോക്കുന്നത് പോലെ ദേവി കർണനെ നോക്കുകയാണ്. കർണനെ നോക്കിയപ്പോൾ കർണൻ സൂര്യൻ്റെ ദിശയിലേക്ക് നോക്കി കൈകൂപ്പി മന്ത്രങ്ങൾ ഉരുവിടുന്നതായിട്ട് കണ്ടു. സൂര്യൻ ഉദിച്ച് മുകളിലോട്ട് വരുന്നത് വരെ കർണൻ അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. കുന്തി ദേവി ഗംഗാ തീരത്ത് തന്നെ കർണൻ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് വരാനായിട്ട് കാത്തിരുന്നു. ദേവി തല മറച്ചു വെച്ചിരിക്കുകയാണ് വസ്ത്രം കൊണ്ട്. നല്ല വെയിലുമായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ദേവി അവിടെ കാത്തിരുന്നു. കർണന്റെ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുന്തി ദേവിയെ കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. പക്ഷെ കർണൻ പറഞ്ഞു, സ്വാഗതം ദേവി, ഞാൻ കർണനാണ്, അധീരഥന്റെയും രാധയുടെയും പുത്രൻ. ഞാൻ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. ഞാൻ എന്താണ് ദേവിക്ക് വേണ്ടി ചെയ്യേണ്ടത്? ദേവിക്ക് വൃദ്ധാവസ്ഥ കാരണം നേരെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് കർണന്റെ അടുത്തെത്തി. കർണൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കരയിലേക്ക് എത്തി. എന്നിട്ട് ദേവി ഒരുപാട് ദുഃഖത്തോടു കൂടി പറയുകയാണ്, മോനെ, നീ അധിരഥന്റെ പുത്രനല്ല, നീ എൻ്റെ പുത്രനാണ് എന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ ദേവിയുടെ തൊണ്ടങ്ങിടറി. ദേവിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല വാക്കുകളെ. ദേവി എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചിട്ട് പറയുകയാണ്, നീ ഒരു സൂതപുത്രനല്ല, നീ എൻ്റെ മകനാണ്, നീ എൻ്റെയും സൂര്യദേവൻ്റെയും മകനാണെന്ന് പറഞ്ഞു. നീ ജനിച്ചപ്പോൾ തന്നെ നിന്റെ അച്ഛനെ പോലെ വളരെ തേജസ്വിയായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ നിനക്കൊരു കവചം ഉണ്ടായിരുന്നു, കുണ്ടലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചുറ്റുമുള്ളവർ എന്തു പറയുമെന്ന് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. കാരണം ഞാനപ്പോൾ ഒരു കന്യകയായിരുന്നു. അതുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടിയായിരുന്നു നിന്നെ അന്ന് ഞാൻ ഉപേക്ഷിച്ചത്. ഇത് പറഞ്ഞപ്പോൾ കുന്തി ദേവിയുടെ കണ്ണീന്നിങ്ങനെ കണ്ണീരൊഴുകയാണ്. ദേവി എപ്പോഴും ചിന്തിക്കുകയായിരുന്നു, ഞാൻ എന്തിനാണ് കർണനെ ഇങ്ങനെ ഉപേക്ഷിച്ചത്. പക്ഷേ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കർണൻ ആ സഭയിൽ വന്ന സമയത്തും ദേവിക്ക് ഒരുപാട് സമാധാനം ഉണ്ടായിരുന്നു. അധീരഥൻ തന്നെ കർണന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തല്ലോ. അതുകൊണ്ട് സത്യം പറയേണ്ട ആവശ്യമില്ല, കർണന്റെ കാര്യമെല്ലാം സുരക്ഷിതമായിട്ട് നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ, കർണൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കർണനെ രക്ഷിക്കണം. ഇനി കർണൻ മരിച്ചില്ലെങ്കിൽ കർണൻ തീർച്ചയായിട്ടും അർജുനെ കൊല്ലും. അതുകൊണ്ട് 2 മക്കളും കുന്തി ദേവിക്ക് പ്രിയപ്പെട്ടവരാണ്. കർണനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. നിന്റെ ജനനത്തെക്കുറിച്ച് നീ മനസ്സിലാക്കാതെ, കർണ, നീ മനസ്സിലാക്കിയില്ല പാണ്ഡവർ നിന്റെ സഹോദരങ്ങളാണ്. നീ ഇപ്പം ദുര്യോധന്റെ സേവകനായിട്ട് നിൽക്കുകയാണ്. നീ ഇതൊരിക്കലും ശരിയല്ല മോനെ. നിന്റെ ചുറ്റുമുള്ളവരെല്ലാം ചതിയന്മാരും വഞ്ചകന്മാരുമാണ്. നീ യുധിഷ്ഠിരന്റെ അർഹതപ്പെട്ട രാജ്യമാണ് തട്ടിയെടുത്തത്. അതുകൊണ്ട് നീ ഈ ചതിയന്മാരുടെ വഴിയിൽ പോവുകയാണെങ്കിൽ നിനക്ക് നാശമേ ഉണ്ടാകൂ. അതുകൊണ്ട് ധർമ്മത്തിന്റെ പാതയിൽ നീ സഞ്ചരിക്കൂ.
നീ നിന്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നു. കർണൻ 2 കൈകളും തലയിൽ വെച്ചു. കാരണം കുന്തി ദേവിയുടെ ആ വാക്കുകൾ കർണന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കർണൻ ചിന്തിക്കും, ഇതെങ്ങനെ സത്യമാകും? ഇത് സത്യമാണെങ്കിൽ ദേവി എന്നോട് ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് കർണൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കുന്തി ദേവിയുടെ തന്ത്രമാണോ? പക്ഷെ കർണൻ അറിയാം കുന്തി ദേവി ഒരിക്കലും അസത്യം പറയത്തില്ല. കർണന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു. കുന്തി ദേവി കണ്ണീർ തുടച്ചിട്ട് സൂര്യദേവനെ നോക്കി. എന്നിട്ട് ദേവി ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഭഗവാൻ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്? ദേവി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലായിരുന്നു ഇങ്ങനെ ഒരു മകൻ ഉണ്ടാകണമെന്ന്. പക്ഷെ ജനിച്ചപ്പോഴും ദേവിക്ക് കർണനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ദേവിക്ക് കർണനെ സ്വീകരിക്കാനും കഴിയില്ല. ദേവി പല പ്രാവശ്യവും വിചാരിച്ചു കർണനോട് ഇത് പറയണമെന്ന്. പക്ഷേ കർണന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയാത്തതുകൊണ്ട് ദേവി ഭയപ്പെട്ടു. ദേവിക്ക് ഭയമായിരുന്നു കുന്തി ദേവിയെ കർണൻ ഉപേക്ഷിക്കും. എങ്ങനെയാണോ കുന്തി ദേവി കർണനെ ഉപേക്ഷിച്ചത് അതേപോലെ. ദേവി ചിന്തിക്കുകയാണ്, ഇനി എന്തായാലും അതൊന്നും ഒരു വിഷയമല്ല. എന്തെങ്കിലും ചെയ്ത് കർണന്റെ ജീവൻ രക്ഷിക്കുക എന്ന ഒറ്റ ചിന്തയെ ദേവിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദേവി പറഞ്ഞു, കർണ, അതുകൊണ്ട് നീ അർജുനുമായിട്ട് കൂട്ടുകൂടി കൗരവരത് കാണട്ടെ. നിങ്ങളെല്ലാം സഹോദരങ്ങളായിട്ട് നിൽക്കുമ്പോൾ തന്നെ കൗരവരെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ ബഹുമാനത്തോടു കൂടി നിൽക്കും. ബലരാമസ്വാമിയും ജനാർദ്ദനും ഒന്നിച്ച് നിൽക്കുന്ന പോലെ നീ അർജുനും ഒന്നിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാത്തത്? നിനക്ക് 5 സഹോദരന്മാർ നിന്റെ സംരക്ഷകരായിട്ടുണ്ട്. അവരുടെ മൂത്ത പുത്രനാണ് നീ. അതുകൊണ്ട് നീ ഒരിക്കലും ഒരു സൂതപുത്രനല്ല. കുന്തിദേവി പറഞ്ഞു തീർന്നപ്പോൾ കർണൻ സൂര്യദേവനിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. കർണ, കുന്തിദേവി പറഞ്ഞത് സത്യമാണ്. കുന്തിദേവി പറയുന്നത് നീ കേൾക്കൂ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കുന്തിദേവി പറയുന്നത്. സാക്ഷാൽ സൂര്യദേവൻ പറഞ്ഞു. അന്നേരം പൊതുവേ ഈ ഒരു രംഗത്തെ നമ്മൾ സീരിയലിലൊക്കെ കാണുമ്പോൾ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ സീനാണിത്. പല വ്യക്തികളും ഇതിനെ അവതരിപ്പിക്കുന്നത് കുന്തി ദേവി ബാക്കിയുള്ള 5 മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം വന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കുന്തി ദേവിക്ക് കർണനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കുന്തി ദേവി വന്നത്. കർണനെ രക്ഷിക്കാനാണ് കുന്തി ദേവി ആഗ്രഹിച്ചത്. കാരണം കർണൻ നിൽക്കുന്നത് അധർമ്മത്തിന്റെ പക്ഷത്താണ്. അതുകൊണ്ട് ഭഗവാനെതിരെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കർണന്റെ മരണം ഉറപ്പാണ്. അതായത് ഒരു മകൻ തീവ്രവാദി ആയിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും, അതേ വിഷമത്തോട് തന്നെയാണ് കുന്തിദേവി പോയത്. കാരണം ഒരമ്മയ്ക്ക് എല്ലാ മക്കളും ഒരേപോലെയാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ട് കർണനെ ഉപേക്ഷിച്ചു, അതിനെയും കുന്തിദേവിയെ പല വ്യക്തികളും കുറ്റം പറയാറുണ്ട്. അങ്ങനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു നിയോഗമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. കാരണം ഈ മഹാഭാരതം കഴിഞ്ഞിട്ട് കർണന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പൂർവ്വജന്മത്തിൽ കർണൻ സഹസ്രകവചൻ എന്ന് പറയുന്ന ഒരു അസുരനാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അത് കൂടാതെ ദുർവാസാവിന്റെ ഒരു അനുഗ്രഹം ദേവിക്ക് കിട്ടിയിരുന്നു വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ. അന്നേരം കാരണം ദുർവാസാവ് വന്ന സമയത്ത് കൊച്ചുകുട്ടിയായ 13-14 വയസ്സുള്ള കുന്തി ദേവി ദുർവാസാവ് മുനിക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളോ അതൊക്കെ കൊടുക്കണം. അച്ഛൻ കുന്തി ഭോജൻ തന്നെയാണ് അത് പറഞ്ഞത്. അങ്ങനെ ദുർവാസാവ് മുനിക്ക് ഒരുപാട് സന്തോഷമായി. കൊച്ചുകുട്ടി എൻ്റെ
മകളെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ദുർവാസാ മുനി കാരുണ്യത്തോടു കൂടി അനുഗ്രഹം കൊടുക്കുകയാണ്. നീ ഏത് ദേവനെ ആഗ്രഹിക്കുന്നോ ആ ദേവനിലൂടെ നിനക്കൊരു പുത്രൻ ഉണ്ടാവും. അങ്ങനെ കുന്തിദേവിക്ക് അനുഗ്രഹം കിട്ടി. അന്നേരം ആ കൊച്ചുകുട്ടിയല്ലേ, അന്നേരം ഒരു ഒരു കളിക്കുന്ന പ്രായമാണ് സത്യം പറഞ്ഞ. അന്നേരം അങ്ങനെ ദേവി ഇരുന്ന സമയത്ത് സൂര്യദേവനെ നോക്കിയപ്പോൾ സൂര്യദേവനെ പോലെ ഒരു മകൻ എനിക്ക് ഉണ്ടായാൽ എന്താ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞ് പാവം പരീക്ഷിച്ച് നോക്കിയതാ വിവാഹത്തിന് മുമ്പേ. അപ്പോഴത്തേക്ക് സൂര്യദേവന്റെ അനുഗ്രഹത്താൽ സൂര്യദേവന്റെ സ്പർശനം കിട്ടിയ ഉടൻ തന്നെ ദേവി ഗർഭവതിയായി. അന്നേരം ദേവി ആകെ പരിഭ്രമത്തിലായി. ആൾക്കാരെന്തു പറയും, ഞാൻ ഒരു കന്യകയാണ്, ആരെങ്കിലും വിശ്വസിക്കുക ഞാൻ സൂര്യദേവനിൽ നിന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു? ആരും വിശ്വസിക്കത്തില്ല. കാരണം ദേവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ദേവിയെക്കുറിച്ച് കുറ്റം പറയും. സീതാദേവിയെക്കുറിച്ച് പറയാൻ കുറ്റം പറഞ്ഞ ആൾക്കാരാണ്. ഒരു കുന്തി ദേവിയെക്കുറിച്ച് എന്തു പറയും അല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ വിവാഹവും നടക്കത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അന്നേരം പിന്നെ ഭഗവാന്റെ ഒരു ഇതുമുണ്ട്. അന്നേരം അതുകൊണ്ട് ദേവിയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ദേവിയുടെ ജീവിതം പൂർണ്ണമായിട്ടും ത്യാഗപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അന്നേരം ഇവിടെയും ദേവി ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇപ്പം വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കർണനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കർണന്റെ ജീവിതം സുരക്ഷിതമായിട്ടിരിക്കുന്നു, അധീരഥന്റെ മകനായിട്ട് കർണൻ വളരുന്നു എന്ന് കണ്ടപ്പോൾ ദേവിക്ക് സമാധാനമായി. പക്ഷെ അതേ സമയത്ത് പിന്നെ നമ്മൾ വിചാരിക്കും ഒരു കൈക്കുഞ്ഞിനെ ഗംഗാദേവിയിൽ ഒഴുക്കുന്നത് അത് എത്ര വലിയ മണ്ടത്തരമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവരൊന്നും സാധാരണ വ്യക്തികളല്ല. പിന്നെ ദേവിക്ക് നന്നായിട്ട് അറിയാം ഇത് സൂര്യന്റെ മകനാണ്. അന്നേരം അങ്ങനെയൊന്നും പെട്ടെന്ന് മരിക്കുന്ന ആളല്ല. അങ്ങനെയൊന്നും അവർക്കൊക്കെ അറിയാം എന്താ ചെയ്യേണ്ടത്. പിന്നെ ഗംഗാദേവി എന്ന് പറയുന്നത് ചുമ്മാ ഒരു വെള്ളം മാത്രമല്ല, ഒരു ചുമ്മാ ഒരു നദി മാത്രമല്ല, ദേവിയും കൂടെയാണ്. അന്നേരം അതൊക്കെ ദേവിക്ക് അറിയാൻ പറ്റും. അന്നേരം നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും പറ്റാത്തതിനപ്പുറത്തായിട്ടുള്ള ഇവരൊക്കെ ദേവന്മാർക്ക് തത്തുല്യരായിട്ടുള്ള മനുഷ്യരാണ്. അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ദേവന്മാരെ പോലെയായിരുന്നു ഇവരൊക്കെ. അതുകൊണ്ട് അവർക്ക് നമുക്ക് കാണാനും അറിയാനും പറ്റാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അതൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം. അല്ലാതെ കുന്തിദേവി ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്. നമുക്ക് ചർച്ച തുടരാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് അബോർഷന്റെ അത്രയും വലിയ പാപമൊന്നും അല്ല കുന്തി ദേവി ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ പല പല കൃത്രിമ രീതികൾ ഉപയോഗിച്ച് ജനനത്തെ തടയുന്ന രീതിയിലുള്ള ആ പ്രക്രിയ, അതൊക്കെ വലിയ പാപമാണ്. കാരണം ആസ്വാദനത്തിന് വേണ്ടി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പക്ഷെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ല. അതൊക്കെ വലിയ പാപമാണ്. കാരണം അതിലൂടെ വലിയ കാര്യത്തിൽ നമ്മൾ പറയും ആ കുട്ടി ജനിച്ചില്ലല്ലോ എന്ന്, പക്ഷേ ഒരു ജീവൻ വെറുതെ പോവുകയാണ്. ഒരു ആണിൻ്റെ ഉള്ളിൽ നിന്നൊരു ബീജം പുറത്തു വന്നു കഴിഞ്ഞാൽ ആ ബീജത്തിന് ഒരു ജനനം നൽകാനുള്ള ശക്തിയുണ്ട്. അതിന് അവിടെ ജീവൻ വെറുതെ പോവുകയാണ്. അതേപോലെ തന്നെ സ്ത്രീകളും അവർക്ക് ആ ഒരു പ്രക്രിയ നൽകിയിരിക്കുന്നത് തന്നെ ഈ ലോകത്തേക്ക് ഒരു ജനനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ആ ത്വരകളെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പിന്നെ സത്സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ തപസ് ചെയ്ത് സത്സന്താനങ്ങളെ ഈ ലോകത്തിൽ കൊണ്ടുവരണം. അത് രണ്ടും ഈ ലോകത്ത് നടക്കാറില്ല. എല്ലാവരും ആ ത്വരകളെ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. മൃഗങ്ങൾ പോലും ഈ ത്വരകളെ ആസ്വദിക്കാറില്ല. ആ രീതിയിലാണ്, മൃഗങ്ങളെക്കാട്ടിയും നീചമായിട്ടാണ് ഇന്നത്തെ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സാക്ഷാൽ സൂര്യദേവൻ വരെ പറഞ്ഞു, കർണ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദേവി ഇവിടെ പറയുന്നത്. ഇതിനു മുമ്പേ ദേവേന്ദ്രൻ വന്നപ്പോൾ സൂര്യദേവൻ പറഞ്ഞു നീ പകരം ശക്തി അസ്ത്രം ഉപയോഗിക്കണം. പക്ഷെ കുന്തിദേവി വന്ന് പറഞ്ഞപ്പോൾ സൂര്യദേവൻ എന്താ പറഞ്ഞത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അച്ഛൻ തന്നെയാണ് പറഞ്ഞത്, അമ്മ തന്നെയാണ് പറഞ്ഞത്, പക്ഷേ കർണൻ കേൾക്കത്തില്ല. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് കുന്തിദേവി നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും
കർണനോട് മാത്രം അനീതി അധർമ്മം നടന്നു എന്നതിൻ്റെ പേരിൽ കാരണം മറ്റുള്ളവരോട് എന്തിനാണ് അനീതി അധർമ്മം ചെയ്യുന്നത്? സഭയിൽ വെച്ച് ദ്രൗപദി ദേവി എന്തിനാണ് അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചത്? അതൊക്കെ വളരെ മോശമല്ലേ? എന്തിൻ്റെ പേരിലാണെങ്കിലും പാണ്ഡവർ ഇത്രയും അധർമ്മമൊക്കെ സഹിച്ചിട്ടും അവർ ഒരിക്കലും കർണൻ പറയുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. കർണൻ ഏറ്റവും നീച വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇനി കർണനെ സൂതപുത്രൻ എന്ന് പറയുമ്പോൾ കർണൻ അതൊരു അപമാനമായിട്ട് കാണുന്നതിൻ്റെ ആവശ്യം എന്താണ്? രാജകുടുംബത്തിലുള്ളവർ സൂതപുത്രൻ എന്ന് പറയുമ്പോൾ സൂതപുത്രൻ, അത് സത്യമാകാതെ ആകുന്നില്ലല്ലോ, സത്യമല്ലാതെ ആകുന്നില്ലല്ലോ. നമ്മുടെ അച്ഛൻ ആരാണെന്ന് നമ്മൾ എന്തായാലും നമുക്കൊരു അഭിമാനം ഉണ്ടാവണ്ടേ? അന്നേരം രാജകുടുംബത്തിൽ ഉള്ളവരാണ് രാജാവാകുന്നത്. അതിൻ്റെ അർത്ഥം സൂതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആകാൻ കഴിയില്ല എന്നല്ല, പക്ഷെ അതാണ് കഴിവ് തെളിയിക്കണമല്ലോ, വാചം അടിച്ചില്ലല്ലോ അവിടെ തെളിയിക്കേണ്ടത്. അന്നേരം അവിടെ രാജകുടുംബത്തിലുള്ള കുട്ടികൾ, രാജകുമാരന്മാര് അവിടെ ഒരു മത്സരം വെക്കുന്നു. അവിടെ കർണൻ എന്തിനാണ് ഇടിച്ചു കയറാൻ നോക്കുന്നത്? ദ്രൗപദി സ്വയംവരത്തിൽ എന്തിനാണ് കർണൻ അവിടെയും കയറാൻ നോക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ആസുരിക സ്വഭാവം കർണന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ്. കർണന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം കുന്തി ദേവിയുടെ ഗർഭത്തിൽ ജനിച്ചു എന്നാണ്. ആ ഗർഭത്തിൽ വന്നതുകൊണ്ടാണ് കർണന്റെ ഉള്ളിൽ എന്തെങ്കിലും ധാർമ്മികതയുള്ളത്. സൂര്യദേവന്റെ മകനായതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങളല്ലാതെ കർണന് വേറെ ഒരു ഗുണങ്ങളുമില്ല. കുന്തി ദേവിയുടെയും സൂര്യദേവന്റെ മകനായിട്ട് ജനിച്ചു എന്നുള്ള ഒറ്റ ഗുണമേ കർണനുള്ളൂ. അതുകൂടാതെ കർണനെ വളർത്തിയ അച്ഛൻ അധിരഥൻ ആളും നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഗുണങ്ങൾ കർണന്റെ ഉള്ളിലുള്ളത്. പക്ഷെ കൂടുതലും ഉള്ളിൻ്റെ ഉള്ളിൽ ആസുരിക ഗുണങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ കർണന് ബോധ്യപ്പെട്ടു കർണൻ കുന്തിപുത്രനാണെന്ന്. യുധിഷ്ഠിരന്റെ ജ്യേഷ്ഠനാണെന്നും മനസ്സിലായി. അപ്പോൾ കർണന് എല്ലാം ബോധ്യപ്പെട്ടു. കർണന്റെ വളർത്തച്ഛനായ അധിരഥൻ പറഞ്ഞിരുന്നു, വർഷങ്ങൾക്ക് മുമ്പേ ഒരു കൊട്ടയിൽ ഗംഗയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടാണ്, കൊട്ടയിൽ കിടന്ന് ഒഴുകി വരുന്നതായിട്ടാണ് കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഒരു ദേവനെ പോലെ തേജസ്വിയായിരുന്നു. പലപ്പോഴും അധിരഥന് തോന്നിയിരുന്നു, ദേവന്മാര് തന്നെ ഏതെങ്കിലും കുട്ടിയെ കൊണ്ടുവന്നതാണോ എന്ന്, ഏതെങ്കിലും ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് കൊണ്ടുവന്നതാണോ എന്ന് ചിന്തിച്ചിരുന്നു. ആ കുട്ടിയെയാണ് വീട്ടിൽ കൊണ്ടുവന്ന് സ്നേഹത്തോടു കൂടി വളർത്തിയത്. പിന്നെ സൂര്യദേവൻ ആ കവചം കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴും അധിരഥൻ പറഞ്ഞതൊക്കെ കർണന് ഏകദേശം ഇപ്പം മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും ഏതോ ശക്തനായ ദേവനിലൂടെ തന്നെയായിരിക്കും ഞാൻ ജനിച്ചത് എന്നൊക്കെ കർണന് ഓർമ്മ വരികയാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, കർണൻ ഇത്രയും കാലം ഈ പക, വിദ്വേഷം, ധാർഷ്ട്യമൊക്കെ കാണിച്ചത് എന്തിനു വേണ്ടിയാണ്? കർണൻ ക്ഷമയോടുകൂടി കാത്തിരുന്നുവെങ്കിൽ ഈ ഒരു സത്യം എന്തായാലും തിരിച്ചറിയേണ്ടി വരില്ല. ദുര്യോധന ഇത്രയും നീച സ്വഭാവം കാണിക്കുമായിരുന്നു കർണൻ കൂട്ടില്ലായിരുന്നുവെങ്കിൽ. കർണൻ പറഞ്ഞു, ദേവി അങ്ങ് പറയുന്നതൊന്നും ഞാൻ സംശയിക്കുന്നില്ല, പക്ഷെ ഞാനിത് അംഗീകരിക്കുന്നില്ല. എനിക്കൊരിക്കലും തോന്നുന്നില്ല ഞാൻ പാണ്ഡവപക്ഷത്ത് ചേരുന്നത് ധർമ്മമാണ്. പിന്നെ ദേവി എന്നെ തഴഞ്ഞത് അത് ധർമ്മമാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അതിലൂടെ ദേവി എൻ്റെ പേരും കീർത്തിയും എല്ലാം നശിപ്പിച്ചു എന്നെന്നും എല്ലാവരും എന്നെ സൂതപുത്രനായിട്ട് കണ്ടു. ഒരു ക്ഷത്രിയന്റെ എല്ലാ അംഗീകാരങ്ങളെയും തടഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതെല്ലാം എൻ്റെ അവകാശങ്ങളായിരുന്നു. നോക്കണേ, അതായത് കർണന് കുട്ടിക്കാലം മുതലേ അധിരഥനെ ഇഷ്ടമല്ല.
അതുകൊണ്ടല്ലേ സൂതപുത്രൻ എന്ന് കേൾക്കുമ്പോൾ ഒരു നാണക്കേട് തോന്നും. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ നമ്മൾ എന്തോ പറയുന്ന എത്ര പേരാ കാലിച്ചക്കാന്ന് വിളിക്കുന്നത്. എല്ലാരും ഭഗവാനെ ഗോപാല എന്ന് വിളിക്കുന്നു. അതൊക്കെ ഭഗവാൻ ഒരു നാണക്കേടായിട്ടാണ് തോന്നുന്നത്. എല്ലാ അസുരന്മാരും ഭഗവാനെ കളിയൊക്കെ നീ പോടാ കാലിച്ചക്കാന്നൊക്കെയാണ് പറയുന്നത്. നീ ഒരു വൈശ്യനാണെന്നൊക്കെ പറയുന്നത്. ഭഗവാനെ സംബന്ധിച്ചോളം എന്ത് വൈശ്യൻ, എന്ത് ബ്രാഹ്മണൻ, എന്ത് ക്ഷത്രിയൻ, എന്ത് ശൂദ്രൻ. അങ്ങനെയാണ് വിതുരൻ ഒരു ദാസിപുത്രനാണ്. അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നില്ലേ? അതൊക്കെ നമ്മൾ ആലോചിക്കുക. എന്നാൽ ഇവിടെ ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ കർണന്റെ ക്ഷത്രിയ അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. കർണൻ എന്ത് ക്ഷത്രിയ അവകാശമാണ് കർണന് കിട്ടാൻ പോകുന്നത്? കുന്തി ദേവി വിവാഹം പോലും കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ക്ഷത്രിയ അവകാശം കർണന് കിട്ടുക? ഇങ്ങനെയൊക്കെ കർണൻ പല പല ന്യായീകരണങ്ങളും പറഞ്ഞു. എന്നിട്ട് കർണൻ അവിടെ മുട്ടുകുത്തി വീണു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് സൂര്യനെ നോക്കി പറയുകയാണ്. ക്രോധവും വിഷമവും ഒക്കെ കാണിക്കുകയാണ്. കർണൻ ചിന്തിക്കുകയാണ്, എപ്പോഴും ഞാൻ എൻ്റെ അമ്മ ആരാണെന്ന് അച്ഛനാരാണെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടേയിരുന്നു. അമ്മയെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കുന്തി ദേവിയാണ് എൻ്റെ അമ്മ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ ശത്രുക്കളുടെ അമ്മ. പക്ഷെ എന്നാലും ഇത് എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. ഇത് ചിന്തിച്ചപ്പോൾ കർണൻ്റെ ഹൃദയം തകർന്നു. പക്ഷെ വീണ്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. സൂര്യദേവൻ പറഞ്ഞിട്ടും കർണൻ അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ദുര്യോധനെ വിടാൻ കർണൻ ഒട്ടും മനസ്സ് വരുന്നില്ല. അതും പ്രത്യേകിച്ച് ഈ ഒരു നിർണായക ഘട്ടത്തിൽ. കുന്തിദേവിയെ കാട്ടിയും എന്നോട് യഥാർത്ഥ സ്നേഹം കാണിച്ചത് ദുര്യോധനാണ്, തുടക്കം മുതലേ. അതുകൊണ്ട് ഇപ്പോൾ ദുര്യോധനെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? ഇത് തന്നെയായിരുന്നു കർണന് ചിന്തിച്ചത്. പക്ഷെ ദുര്യോധൻ യഥാർത്ഥത്തിൽ കർണനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കർണന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർണൻ കൂടുതൽ ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കൊരിക്കലും അവിടുന്ന് എൻ്റെ ഹിതചിന്തകയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ദേവി എന്നോട് ഒരിക്കലും കാരുണ്യം കാണിച്ചില്ല. ഇപ്പൊ സ്വന്തം കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നോക്കണേ, കുന്തി ദേവി കർണനെ രക്ഷിക്കാൻ നോക്കുകയാണ്. അതുപോലും അവന് മനസ്സിലാവുന്നില്ല. ശരി, ദേവി വെള്ളത്തിൽ കളഞ്ഞതിന് ശേഷം കർണൻ എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിച്ചു, ദുഃഖം അനുഭവിച്ചു, മരണം സംഭവിച്ചെങ്കിൽ ആത്മാവായി വന്നിട്ട് ഇത് വേണമെങ്കിൽ അമ്മയെടുത്ത് ചോദിക്കാം. കർണൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു? കർണൻ ഇപ്പോഴും ജീവനോട് ഇരിക്കുകയാണ് അല്ലേ? എന്തെങ്കിലും ആപത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൻ്റെ തന്നെ കയ്യിലിരിപ്പുണ്ട്. ഒരു കാര്യമില്ലാതെ പരശുരാമനോട് കള്ളം പറഞ്ഞിട്ട് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ സ്വീകരിച്ചു. അതിലൂടെ അതൊരു അപമാനമായിട്ട് മാറി. ദ്രൗപദി ദേവിയെ അപമാനിച്ച വാക്കുകൾ കൊണ്ട്. അതുകൊണ്ട് കർണന്റെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് കർണന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ കർണന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുന്തി ദേവിയുടെ പുത്രനാണ്. ഈ കവചകുണ്ടലങ്ങൾ ഇതെല്ലാം ലഭിച്ചത് ദേവിയുടെ അനുഗ്രഹത്താലല്ലേ? അത് കർണൻ ചിന്തിക്കുന്നില്ല.
ദേവേന്ദ്രൻ വന്ന് എന്തുകൊണ്ട് കവചകുണ്ടലം കൊണ്ടുപോയി? കാരണം ഇവ ഇത് ദുരുപയോഗം ചെയ്യും. എന്നിട്ട് വീണ്ടും എന്നിട്ട് കർണൻ എന്താ ചിന്തിക്കുന്നത്? പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി വന്നു. സാക്ഷാൽ ഭഗവാൻ പാണ്ഡവരുടെ കൂട്ടത്തിൽ ഉള്ളപ്പോ പിന്നെ വേറെ എന്താ പറയേണ്ടത്? കുന്തി ദേവിക്ക് വരേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് കർണൻ പറഞ്ഞു, ദേവി പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല. ദുര്യോധനെ വിട്ട് പാണ്ഡവപക്ഷത്ത് എനിക്ക് ചേരാൻ കഴിയില്ല. എല്ലാവരും എന്നെ ഒരു ഭീരുവായിട്ട് കാണും. കൗരവരാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചത്. കണ്ടില്ലേ? അവരെന്നെ ബഹുമാനിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ വിട്ടുകഴിഞ്ഞാൽ ഞാൻ വളരെ നീചനായി പോകും. അതുകൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാരോടുള്ള കടപ്പാട് പൂർത്തീകരിക്കാനുള്ള, നിറവേറ്റാനുള്ള ഒരു അവസരമാണ് എനിക്ക്. വീണ്ടും കർണൻ എടുത്ത പ്രതിജ്ഞയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഭീഷ്മരുള്ളിടത്തോളം കാലം ഞാൻ യുദ്ധം ചെയ്യത്തില്ല എന്നാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അതും അബദ്ധമായി എന്ന് കർണൻ ചിന്തിക്കുകയാണ്. കാരണം ഭീഷ്മർ വീഴുന്നവരെ ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കർണൻ വീണ്ടും പറഞ്ഞു, എനിക്ക് എൻ്റെ സ്വാമിയെ ചതിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും ദേവി എന്നോട് വന്ന് അപേക്ഷിച്ചുകൊണ്ട് അതൊരിക്കലും വെറുതെ പോകത്തില്ല. അർജുൻ ഒഴികെ ബാക്കിയുള്ള 4 പേരെയും ഞാൻ യുദ്ധത്തിൽ കൊല്ലത്തില്ല. ഇത് ദേവി ചോദിച്ച കാര്യമല്ല, കർണൻ തന്നെ പറഞ്ഞതാണ്. കർണൻ പറഞ്ഞില്ല എൻ്റെ 5 പുത്രന്മാരെ രക്ഷിക്കണമെന്ന് ഒരിക്കലും കുന്തി ദേവി പറഞ്ഞിട്ടില്ല. ഇത് കർണൻ അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുക, ഞാൻ അർജുനെ കൊല്ലുമ്പോൾ ഞാൻ ഒരുപാട് കീർത്തിമാനായിട്ട് മാറും. ഇനി അർജുൻ എന്നെ കൊല്ലുകയാണെങ്കിലും ഞാനും കീർത്തിമാനാവും. അതിലൂടെ എപ്പോഴും 5 പുത്രന്മാർ ദേവിക്ക് കാണും. ഒന്നുകിൽ അർജുൻ അല്ലെങ്കിൽ ഞാൻ. ദേവിക്ക് എപ്പോഴും 5 പേരും കാണും, പക്ഷെ 2 പേരും ഒരിക്കലും കാണത്തില്ല. ദേവി ഒരുപാട് കരഞ്ഞു. ദേവി മുന്നോട്ട് വന്ന് കർണനെ കെട്ടിപ്പിടിച്ചു. കർണനും അമ്മയെ കുന്തി ദേവി ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ചു. ദേവി കരഞ്ഞു. വിധി വളരെ ശക്തമാണ് മോനെ. നീ പറയുന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. കൗരവരെല്ലാം നാശത്തിലേക്ക് പോവും. ഞാൻ ഒന്നുകിൽ നിന്നെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അർജുനെ നഷ്ടപ്പെടും. നിനക്ക് എല്ലാ നന്മയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവി അവിടുന്ന് പോവുകയാണ്. ദേവി അവിടുന്ന് പോകുന്ന സമയത്ത് അവസാനമായിട്ട് മകനെ ഒന്ന് നോക്കി. എന്നിട്ട് ദേവി അതിവേഗതയിൽ തന്നെ കൊട്ടാരത്തിലേക്ക് പോകുക. കർണൻ രഥത്തിലേക്ക് കയറി. കുറച്ചു നേരം കർണൻ അനങ്ങാൻ പോലും പറ്റിയില്ല. കുന്തി ദേവി പറഞ്ഞ വാക്കുകൾ തന്നെ കർണൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. കർണൻ ചിന്തിക്കുകയായിരുന്നു, കുന്തി ദേവി എന്നെ മകനായിട്ട് തന്നെ അടുത്ത് വെച്ചിരുന്നുവെങ്കിൽ എൻ്റെ വിധി വേറെ എങ്ങനെയോ ആയിരുന്നേനെ. ഇനി ദുര്യോധനും കൗരവരും നിശ്ചയിക്കും കർണന്റെ വിധി എങ്ങനെയായിരിക്കണം. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് കാര്യമില്ല എന്ന് കർണൻ ചിന്തിക്കുകയാണ്. കർണനും തീരുമാനിച്ചു, കുന്തി ദേവിയും കർണനും സംസാരിച്ച കാര്യങ്ങൾ ആരോടും പറയത്തില്ല. കാരണം അതിലൂടെ എല്ലാവർക്കും കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ.
അതിലൂടെ കർണന് സ്വന്തം പ്രതിജ്ഞ നിറവേറ്റാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ദുഃഖത്തിലാണ്ട് കർണൻ കൊട്ടാരത്തിലേക്ക് പോകും. ഇത് കൂടാതെ ഭഗവാൻ യാത്രയായല്ലോ. ഭഗവാൻ പോകുന്നതിന് മുമ്പേ കർണനോട് പറഞ്ഞിരുന്നു, എനിക്ക് നീയായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കണം. അങ്ങനെ ഹസ്തിനപുരിയുടെ ദക്ഷിണ കവാടത്തിലേക്ക് ഉച്ചയോടുകൂടി ഭഗവാൻ എത്തിയിരുന്നു. കർണൻ അവിടെ ഭഗവാന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഭഗവാൻ കർണനോട് രഥത്തിൽ കയറാൻ പറഞ്ഞു. എന്നിട്ട് കർണനെ നഗരത്തിന് പുറത്തു കൊണ്ടുപോയി. അങ്ങനെ വിരാട് രാജ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ സംസാരിക്കുകയാണ്. ഭഗവാന് നന്നായിട്ട് അറിയാം, പാണ്ഡവർക്ക് ഏറ്റവും വലിയ ആപത്ത് കർണൻ തന്നെയാണ്. എന്നിട്ട് കർണന്റെ സാരഥി, കർണന്റെ രഥം ഭഗവാന്റെ തൊട്ടു പുറകിലായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സാത്വികി കർണന്റെ രഥത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഭഗവാൻ കർണന്റെ തോളത്ത് കൈവച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ശാസ്ത്രം അനുസരിച്ച് ഒരു അമ്മയ്ക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലും ആരെയാണോ വിവാഹം കഴിക്കുന്നത് ആ വ്യക്തിയുടെ മകനായിട്ട് ആ കുട്ടി മാറുന്നുള്ളൂ. കാരണം നീ കുന്തി ദേവിക്ക് വിവാഹത്തിന് മുമ്പേ ജനിച്ച മകനാണ്. അതുകൊണ്ട് തന്നെ നീ പാണ്ഡുപുത്രനാണ്. പാണ്ഡവരെല്ലാം നിന്റെ അച്ഛൻ്റെ ഭാഗത്താണ്. വൃഷ്ണികളെല്ലാം നിന്റെ അമ്മയുടെ ഭാഗത്തും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ബന്ധുക്കളും കൂടെയാണ് എന്ന് ഭഗവാൻ. അതുകൊണ്ട് നീ എൻ്റെ കൂട്ടത്തിൽ വരും, എന്നിട്ട് രാജാവായിട്ട് രാജ്യം ഭരിക്കൂ. പാണ്ഡവർ നിന്നെ ബഹുമാനിക്കും, അവരുടെ മൂത്ത സഹോദരനായിട്ട്. ഞാനും എൻ്റെ കൂട്ടർ എല്ലാവരും നിന്നെ ബഹുമാനിക്കും. എല്ലാവരും നിന്നെ ബഹുമാനത്തോടുകൂടി കാണും. അതുകൊണ്ട് നീ ഭൂമി ഭരിക്കൂ. കുന്തി ദേവി പറയുന്ന പോലെ നീ കേൾക്കൂ. കർണൻ കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. കർണന് മനസ്സിലായി ഭഗവാൻ എല്ലാം അറിയാം. പക്ഷെ ഭഗവാൻ പറയുന്നത് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കർണന്. കർണൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഭഗവാനെ, അങ്ങ് പറയുന്നത് എല്ലാം കൊണ്ടും എൻ്റെ നന്മയ്ക്കാണ് കേശവ. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പാണ്ഡുപുത്രനാണ്. കുന്തി ദേവി എല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കുന്തി ദേവി എന്നെ ഉപേക്ഷിച്ചു. ഞാൻ അധിരഥനാണ് എന്നെ വളർത്തിയത്. അവരെന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. അവരെപ്പോഴും എന്നെ എൻ്റെ സ്വന്തം മകനായിട്ട് തന്നെയാണ് കണ്ടത്. ഞാനും അവരെ സ്വന്തം അച്ഛനും അമ്മയെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ എല്ലാ തരത്തിലുള്ള എൻ്റെ ആവശ്യകതകളും അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നെ എടുത്തതിന് ശേഷം അവർക്ക് പിന്നെ കുട്ടികൾ ഒരിക്കലും ഇല്ലായിരുന്നു. ക്ഷമിക്കണം, ഞാൻ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർക്ക് കുട്ടികളുണ്ടായി. പക്ഷെ എന്നിട്ടും അവരെപ്പോഴും എന്നെ മൂത്ത മകനായിട്ട് തന്നെയാണ് കണ്ടത്. അവർ തന്നെയാണ്
ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന് നിശ്ചയിച്ചത്. അവരിലൂടെ എനിക്ക് മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ആ ബന്ധത്തെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇനി പാണ്ഡവരെ ഭയപ്പെട്ടു പോലും എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർണൻ വിചാരിച്ചു, ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെയാണ് ധർമ്മം. ഭഗവാന്റെ വാക്ക് പാലിക്കുന്നത് അത് അധർമ്മമായിരിക്കും എന്ന് കർണന് തോന്നി. പതിമൂന്ന് വർഷത്തോളം ഞാൻ ഈ രാജകീയ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചത് ദുര്യോധനന്റെ കാരുണ്യത്താൽ. ആ ഒരു കടപ്പാട് എനിക്കുണ്ട്. എന്നെ വിശ്വസിച്ചാണ് അവൻ പാണ്ഡവരെ ശത്രുവാക്കിയിരിക്കുന്നത്. ഞാൻ അർജുനുമായിട്ട് യുദ്ധം ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പിന്തിരിയുകയാണെങ്കിൽ എന്നെന്നും ഞാൻ അപമാനിതനായി മാറും. ഒരിക്കലും ഞാനൊരു ഭീരുവാണെന്ന് ഈ സമൂഹം എന്നെ വിളിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദുര്യോധനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇനി എനിക്ക് ഈ രാജ്യം മുഴുവൻ ലഭിക്കുകയാണെങ്കിലും പാണ്ഡവർ എന്നെ അംഗീകരിക്കുന്നതിലൂടെ ഞാൻ അത് വീണ്ടും ദുര്യോധനന് കൊടുക്കും. ഇത്രയൊക്കെ ദുര്യോധനൻ എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് പാണ്ഡവരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ കഴിയുക? അതേസമയത്ത് കർണൻ യുധിഷ്ഠിരനോടുള്ള, പാണ്ഡവരോടുള്ള കർണന്റെ മനോഭാവത്തെക്കുറിച്ച് കർണൻ തന്നെ ചിന്തിക്കുകയാണ്. കർണൻ യുധിഷ്ഠിരനെ ബഹുമാനിച്ചിരുന്നു, ഭീമനെയും ഇരട്ട സഹോദരങ്ങളെയും. പക്ഷെ അർജുനോട് എപ്പോഴും കർണന് വലിയ ദേഷ്യമാണ്. കാരണം ദ്രോണരുടെ ഗുരുകുലത്തിൽ കർണനെ സ്വീകരിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ദ്രോണാചാര്യരോടുള്ള ഒരു പ്രതികാരമായിരുന്നു അർജുനോടുള്ള പ്രതികാരമായിട്ട് മാറിയത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അർജുനെ തോൽപ്പിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കർണനുള്ളൂ. എന്നിട്ട് ഭഗവാനോട് പറയുക, കൃഷ്ണ, ഞാൻ ഒരിക്കലും എൻ്റെ വിജയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരിക്കലും പക്ഷം മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണ്, ശുദ്ധഹൃദയനാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ധൃതരാഷ്ട്രപുത്രന്മാരെ എല്ലാം വധിച്ചിട്ട് ഈ ലോകം ഭരിക്കും. പാണ്ഡവരെല്ലാം പുണ്യാത്മാക്കളാണ്, അവരെല്ലാം ഈ ലോകം ഭരിക്കാൻ അർഹരാണ്. ഞാൻ അവരോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ദ്രൗപദി ദേവിയെ ഞാൻ അപമാനിച്ചിട്ടുണ്ട് വാക്കാൽ. അതെല്ലാം ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് എന്ന് കർണൻ പറഞ്ഞു. പക്ഷെ എന്നാലും ഭഗവാനെ ഞാൻ യുദ്ധം ചെയ്യും അർജുനെതിരെ. കാരണം എൻ്റെ കർത്തവ്യമാണ് ക്ഷത്രിയ എന്നുള്ള രീതി. മിക്കവാറും ഞാൻ മരിക്കും. എനിക്ക് കാണാൻ കഴിയുന്നു കൗരവർ ഒരിക്കലും ജയിക്കത്തില്ല. ഈ യുദ്ധം അവസാനിക്കുന്നത് അർജുൻ എന്നെ കൊല്ലുമ്പോഴായിരിക്കും, ഭീമൻ ദുര്യോധനെ കൊല്ലുമ്പോഴായിരിക്കും. പക്ഷെ എന്നാലും ഈ യുദ്ധം എന്നെന്നും എല്ലാവരും ഓർത്തു വച്ചിരിക്കും. ഭഗവാൻ ഇത് കേട്ടിട്ട് ചിരിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നീ ഭൂമി ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പ്രകാരം നീ പാണ്ഡവ പക്ഷത്ത് ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് ഈ ഭൂമി ഭരിക്കാമല്ലോ. പാണ്ഡവരെല്ലാം സന്തോഷത്തോടുകൂടി നിന്നെ സ്വീകരിക്കും. തീർച്ചയായിട്ടും പാണ്ഡവർ തന്നെയായിരിക്കും വിജയിക്കുന്നത്. പാണ്ഡവർ യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ ഘോരമായിട്ടുള്ള കലിയുഗം വരും. ഒരുപാട് മനുഷ്യർ ഈ യുദ്ധത്തോടു കൂടി തീരും. നീ ഹസ്തിനപുരിൽ ചെന്ന് ദ്രോണരോടും കൃപാചാര്യരോടും
തയ്യാറാകാൻ പറയും. 7 ദിവസം കഴിയുമ്പോൾ പൗർണമിയാണ്. ആ ദിവസം തന്നെ യുദ്ധം ആരംഭിക്കട്ടെ എന്ന്. ദുര്യോധന്റെ നേതൃത്വത്തിൽ ഇവരെല്ലാം മരണത്തിലേക്ക് പോകാൻ പോവുകയാണ്. കർണന് നന്നായി മനസ്സിലായി ഭഗവാന്റെ ഉദ്ദേശം എന്താണ്. കർണൻ ചിന്തിക്കുകയായിരുന്നു, ഭഗവാൻ എന്നെ മാത്രം എന്തിനാണ് രക്ഷിക്കാൻ നോക്കുന്നത്? കാരണം ഞാൻ അവിടെയായാലും ഇവിടെയായാലും യുദ്ധത്തിന്റെ പരിണാമം എന്തായാലും ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് അത് കർണൻ ഒട്ടും മനസ്സിലായില്ല. കർണൻ കൃഷ്ണനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള കേശം കാറ്റത്ത് ഇങ്ങനെ പറക്കുകയായിരുന്നു. അങ്ങ് എന്തിനാണ് കേശവ എന്നെ ഇങ്ങനെ സംഭ്രമത്തിലാക്കുന്നത്? അങ്ങക്കെല്ലാം അറിയാമല്ലോ, ഈ ലോകം മുഴുവൻ നാശത്തിലേക്ക് പോവുകയാണ്. ദുര്യോധൻ, ശകുനി, ദുശാസനൻ, ഞാനും എല്ലാവരും ഈ നീചപ്രവൃത്തി ചെയ്ത എല്ലാവരും നശിക്കാൻ പോവുകയാണ്. അങ്ങ് പറയുന്ന പോലെ തന്നെ നടക്കാൻ പോകുന്നുണ്ട്. പല പല ദുർനിമിത്തങ്ങളും നമ്മൾ കണ്ടു. ദുര്യോധന്റെ തോൽവി നിശ്ചയിക്കുന്ന രീതിയിൽ പാണ്ഡവർ വിജയിച്ചു വരുന്നതായിട്ടും ഞാൻ സ്വപ്നങ്ങൾ കണ്ടു. ഞാൻ കണ്ടു യുധിഷ്ഠിരൻ വെള്ളപ്പട്ടു വസ്ത്രം ധരിച്ച് ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും വലിയ 1000 തൂണുള്ള കൊട്ടാരത്തിന്റെ മേളിൽ ഇരിക്കുന്നതായിട്ടും അങ്ങ് ഉണ്ടായിരുന്നു അർജുന്റെ പക്ഷത്തായിട്ട്. അതേ സമയത്ത് കൗരവ കൂട്ടരെല്ലാവരും ചുവന്ന വസ്ത്രങ്ങളും ധരിച്ച് തെക്ക് ദിശയിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. ഞാനും അസംഖ്യം യോദ്ധാക്കളും ഗാണ്ഡീവമാകുന്ന തീയിൽ ഭസ്മമാകാൻ പോവുകയാണ്. ഇതെല്ലാം എനിക്കറിയാം. ഇതെല്ലാം കേട്ടപ്പോൾ ഭഗവാൻ ദുഃഖത്തോടുകൂടി കർണനെ നോക്കി. ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കർണ, ഇതൊക്കെ നടക്കാൻ പോവുകയാണ്. കാരണം ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലല്ലോ. ഭഗവാൻ പറഞ്ഞു, നാശം അടുത്തെത്തിക്കഴിഞ്ഞ സുഹൃത്തെ, ശരി തെറ്റായിട്ടും തോന്നും, തെറ്റ് ശരിയായിട്ടും തോന്നും. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? ഭഗവാന്റെ മുമ്പിൽ കർണൻ ചെറുതായിട്ട് തലകുനിച്ചു. കാരണം പറഞ്ഞു, അഥവാ ഞാൻ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ അങ്ങേ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ കാണാം. മിക്കവാറും ഇനി നമ്മൾ കാണുന്നത് അവിടെയായിരിക്കും. ഭഗവാൻ ദാരുവിനോട് രഥം നിർത്താൻ പറഞ്ഞു. ഭഗവാൻ കർണനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കർണന്റെ രഥത്തിൽ കയറി. എന്നിട്ട് സാത്വികി ഭഗവാന്റെ രഥത്തിലും കയറി. എന്നിട്ട് അതിവേഗതയിൽ അവർ യാത്രയായി. കർണൻ വളരെ ദുഃഖത്തോടുകൂടി ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. കർണൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. അതും എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം, കൃഷ്ണനെതിരെ ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. കർണൻ ചിന്തിക്കുകയാണ്, കൃഷ്ണൻ എപ്പോഴും എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലേ. അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളൊക്കെ പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോഴും കർണൻ കുന്തിദേവിയുടെ വാക്കുകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കർണൻ്റെ മനസ്സ് കൂടുതൽ ഭാരം കൂടിക്കൊണ്ടേയിരുന്നു.
കർണൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഒരു ജന്മത്തിൽ എനിക്ക് സുഖം, സന്തോഷം, സമാധാനം വിധിച്ചിട്ടില്ല എന്ന് കർണൻ ഇങ്ങനെ ചിന്തിക്കുക. എത്ര സൂപ്പർ രംഗം അല്ലേ? കമൻസിലിടും ഈ ഒരു രംഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കമൻസിലിടും. ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് പോയ ഉടൻ തന്നെ ധൃതരാഷ്ട്രർ അവസാനമായിട്ടൊരു സഭ വിളിച്ചു വരുത്തി. ഇനിയുള്ള നയം എന്തായിരിക്കണം? യുദ്ധം എന്തായാലും ഇനി ചെയ്തേ പറ്റൂ. പക്ഷേ ധൃതരാഷ്ട്രർക്ക് ഒരുപാട് ഭയമുണ്ടായിരുന്നു. ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടതോടുകൂടി ധൃതരാഷ്ട്രരുടെ ഉള്ളിൽ ഭയം കൂടുതൽ വർദ്ധിച്ചു. ഒരിക്കലും ഒരു മനുഷ്യനും ഇത്രയും ശക്തി കാണത്തില്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രർ ചിന്തിക്കുകയാണ്, അവസാന നിമിഷം നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ധൃതരാഷ്ട്രർ സഭയിലിരിക്കുന്ന എല്ലാവരോടും ചോദിച്ചു, നിങ്ങളെല്ലാവരും വലിയ വിദ്വാൻമാരല്ലേ? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതല്ലേ? അദ്ദേഹത്തിന്റെ അമാനുഷിക ശക്തിയും നിങ്ങൾ കണ്ടതാണ്. ആ അദ്ദേഹം തന്നെയാണ് പാണ്ഡവ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത്. അദ്ദേഹത്തെയാണ് നമ്മൾ ശത്രുവാക്കിയിരിക്കുന്നത്. എന്റെ മകൻ അദ്ദേഹത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ക്രുദ്ധനായിട്ട് ഇവിടുന്ന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ആപത്താണ് ഇനി നമ്മൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ആപത്തിനെ തടയാൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭീഷ്മര് തല കുലുക്കിയിട്ട് പറഞ്ഞു, നമ്മുടെ വിധി ഉറപ്പാണ് രാജാവേ. ഇനി എന്ത് തീരുമാനിക്കാനാണ്? എന്ത് പ്ലാൻ ചെയ്യാനാണ്? സാക്ഷാൽ കേശവനെയാണ് നമ്മൾ അപമാനിച്ചിരിക്കുന്നത്. ദേവന്മാര് പോലും ആരാധ്യനായിട്ട് കാണുന്ന ആ കേശവനെയാണ് അപമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് ഭാഗ്യമാണ് നമുക്ക് വേണ്ടിയുള്ളത്? ഇനി നമുക്ക് എന്തായാലും യുദ്ധം ചെയ്തേ പറ്റൂ. അസംഖ്യം വീരയോദ്ധാക്കൾ ഇതിൽ മരിച്ചു വീഴാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി എത്രയും പെട്ടെന്ന് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. ദ്രോണരും കൃപാചാര്യരും ഭീഷ്മർ പറഞ്ഞത് അംഗീകരിച്ചു. ഇത് കേട്ടിട്ട് ദുര്യോധനൻ ചിരിച്ചു. ദുര്യോധനൻ വലിയ സന്തോഷത്തിലാണ്. കാരണം ദുര്യോധനൻ ആഗ്രഹിച്ച ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ആവശ്യമില്ലാത്ത വാചകടിയും തത്വങ്ങളും തർക്കങ്ങളും ഒന്നുമില്ല. ഇനി പാണ്ഡവരുമായിട്ട് നേർക്ക് നേർ യുദ്ധക്കളത്തിൽ ദുര്യോധനൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കൃഷ്ണൻ തീർച്ചയായിട്ടും അമാനുഷിക ശക്തിയാണ് കാണിച്ചിരിക്കുന്നത്. അതിനെന്ത്? കൃഷ്ണൻ എന്തായാലും യുദ്ധം ചെയ്യുന്നില്ലല്ലോ. ഇനി കൗരവപക്ഷത്തും ഇതേപോലെ മായാവി ശക്തികളുള്ള ഒരുപാട് യോദ്ധാക്കളുണ്ട്. അതുകൊണ്ട് ദുര്യോധന ഒട്ടും ഭയമൊന്നുമില്ല, കൃഷ്ണനെ ഭയമൊന്നുമില്ല. പക്ഷെ വിതുരർ ദുര്യോധന്റെ ഈ ധാർഷ്ട്യമൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും ഒരു മാറ്റം ഇല്ല എന്ന് കണ്ടപ്പോൾ വിതുരർക്ക് ഭയങ്കര ദേഷ്യമായി. നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വിതുരർ ചാടി എഴുന്നേറ്റിട്ട് ദുര്യോധനെ നോക്കിയിട്ട് പറഞ്ഞു, കാരണം സാക്ഷാൽ അദ്ദേഹത്തിന്റെ വിതുരരുടെ പ്രിയപ്പെട്ട കൃഷ്ണനെയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിതുരർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സ്വയത്തെ. എന്നിട്ട് പറഞ്ഞു, നീ മര്യാദയ്ക്ക് യുധിഷ്ഠിരന്റെ രാജ്യമൊക്കെ തിരിച്ചു കൊടുക്കണം. യുധിഷ്ഠിരന്റെ ശത്രുക്കളൊന്നും ഇല്ല. ഇത്രയും കാലം അദ്ദേഹം എല്ലാം സഹിച്ചും ക്ഷമിച്ചു വരുന്നതേ ഉള്ളൂ. നിന്റെ എല്ലാ അനീതിയും അധർമ്മവും അവർ സഹിച്ചും ക്ഷമിച്ചു ഇരുന്നതേ ഉള്ളൂ. നിനക്ക് എന്തായാലും അവര് നല്ല ഭയമുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ദുര്യോധനൻ ഒട്ടും സഹിക്കും. ദുര്യോധനൻ ദേഷ്യം വന്നു. വിതുരർ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണ്. അദ്ദേഹം എപ്പോഴും കുന്തിപുത്രന്മാരെ സ്വന്തം ആൾക്കാരായിട്ടാണ് കാണുന്നത്. അദ്ദേഹം യദുക്കളുടെ കൂട്ടത്തിൽ ദ്വാരകയിലാണ് താമസിക്കുന്നത്. അസംഖ്യം യോദ്ധാക്കളെ അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട്. എത്രയോ യോദ്ധാക്കളെ അദ്ദേഹം കൊന്നിട്ടുണ്ട്.
അതുകൊണ്ട് നീ അദ്ദേഹത്തെ ഭയപ്പെട്ടേ പറ്റൂ. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് ഒന്നും പ്രതികരിക്കാതിരുന്നത് കൊണ്ട് ഏറ്റവും വലിയ ആപത്താണ് ഇപ്പോൾ അങ്ങ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ദുര്യോധന് കൃഷ്ണനോട് വലിയ ദ്വേഷമാണ്. ഈ ഒറ്റ കാരണത്താൽ അങ്ങയുടെ എല്ലാ ശുഭഗുണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവനെ ശിക്ഷിക്കൂ. അതിലൂടെ അങ്ങ് ഈ കുടുംബത്തിന് ഏറ്റവും വലിയ നന്മയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം നാശത്തിലേക്കാണ് പോകുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ ദുര്യോധൻ ഇനി ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കുട്ടിക്കാലം മുതലേ വിതുരർ എപ്പോഴും പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദുര്യോധന് തോന്നി, വിതുരർക്ക് എന്നോട് ഒരു സ്നേഹമില്ല, സഹോദരങ്ങളോട് ഒരു സ്നേഹമില്ല എന്ന് ദുര്യോധന് തോന്നി. ഇപ്പൊ എല്ലാ സീമയും ലംഘിച്ചിരിക്കുകയാണ്. ദുര്യോധൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചുണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് ഇവനെ ഇവിടെ വരുത്തിയിരിക്കുന്നത്? ഇത് ഒരു ദാസീപുത്രനല്ലേ? ഇങ്ങേര് ഒരിക്കലും കൗരവരുടെ സുഹൃത്തല്ല. എപ്പോഴും ക്രൂരനും നീചനുമാണ്, കുരുട്ടുബുദ്ധിയുമാണ്. ഇവൻ എപ്പോഴും നമ്മുടെ ശത്രുക്കളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കൂ. അവന്റെ സ്വത്തുവകകളെല്ലാം അവനിൽ നിന്ന് തട്ടിയെടുക്കൂ. അവന്റെ ശ്വാസം മാത്രമേ അവന്റെ കൂട്ടത്തിൽ പോകാവുള്ളൂ. സ്വന്തം സഹോദരനെതിരെ ദുര്യോധൻ പറഞ്ഞത് കേട്ട് ധൃതരാഷ്ട്രർക്ക് പോലും വലിയ അത്ഭുതമായി. ധൃതരാഷ്ട്രർ മിണ്ടാതിരിക്കാൻ പറയുകയായിരുന്നു ദുര്യോധനോട്. പക്ഷേ വിതുരർ ചിരിച്ചു. എന്നിട്ട് എഴുന്നേറ്റു. ഒന്നും പറയാതെ അദ്ദേഹത്തിന്റെ വില്ലെടുത്തു. എന്നിട്ട് വാതിലിലേക്ക് പോയി. വിതുരർ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാം, പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുകയായിരുന്നു. ഇപ്പൊ നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ വില്ലെടുത്ത് വാതിൽക്കൽ തന്നെ വെച്ചിട്ട് ആളവിടുന്ന് പോയി. നേരെ വടക്കേ കവാടത്തിലേക്ക് പോയി. ഇനിയുള്ള കാലം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാമെന്ന് വിതുരർ തീരുമാനിച്ചു. ബാക്കിയുള്ള മുതിർന്ന കൗരവരെല്ലാവരും ദുര്യോധനെ തടഞ്ഞു. പക്ഷെ ദുര്യോധൻ കളിയാക്കി ചിരിക്കുകയായിരുന്നു. ധൃതരാഷ്ട്രർ സഭയെ പിരിച്ചുവിട്ടു. ഇനി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഭഗവാൻ കൃഷ്ണൻ വിരാട് രാജ്യത്തിലേക്ക് എത്തി. യുധിഷ്ഠിരനും സഹോദരങ്ങളും ഭഗവാനെ സ്വീകരിച്ചിരുത്തി. ഭഗവാൻ കൃഷ്ണൻ ഹസ്തനപുരിയിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ കർണനുമായിട്ട് നടന്ന ആ സംവാദം മാത്രം പറഞ്ഞു കൊടുത്തില്ല. കാരണം കർണൻ ആരാണെന്ന് യുധിഷ്ഠിരൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യുധിഷ്ഠിരൻ യുദ്ധം ചെയ്യത്തില്ല. അതുകൊണ്ട് തൽക്കാലം അതൊരു രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഇതാണ് യുധിഷ്ഠിരനും കർണനും തമ്മിലുള്ള വ്യത്യാസം. പാണ്ഡവർക്ക് ദുര്യോധന്റെ ആ ധാർഷ്ട്യത്തെക്കുറിച്ച് കേട്ടിട്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. തുടർച്ചയായിട്ട് ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. പാണ്ഡവരുടെ പക്ഷത്തുള്ള എല്ലാവരും അവിടെ ഒത്തുകൂടി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ കഴിവിൻ്റെ പരമാവധി തന്ത്രപരമായിട്ടുള്ള പല രീതികളും പല ഉപായങ്ങളും അവിടെ വെച്ചു യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടി. ഞാൻ ഇതുവരെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം എല്ലാം മാറ്റിവെച്ച് ധൃതരാഷ്ട്രരുടെ ദാസനായിട്ട് വരെ കൂട്ടത്തിൽ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവർ രാജ്യം മുഴുവൻ കയ്യിൽ വെച്ചോട്ടെ, എന്നിട്ട് 5 ഗ്രാമങ്ങൾ മാത്രം നൽകിയാൽ മതി എന്നും പറഞ്ഞു. അതും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല.
ഇനി അവരെ ഞാൻ ഭീഷണിപ്പെടുത്തി എൻ്റെ അമാനുഷിക ശക്തികളൊക്കെ കാണിച്ചിട്ട് ഞാൻ ദുര്യോധനെ ഭയപ്പെടുത്താൻ നോക്കി. ഭഗവാൻ പറയും, പക്ഷെ എന്നിട്ടും അവന്റെ മണ്ടത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരിക്കലും രാജ്യത്തിന്റെ ഒരു ഭാഗം പോലും അങ്ങേക്ക് തരത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ്. അതുകൊണ്ട് സാമം, ദാനം, ഭേദം എല്ലാം കഴിഞ്ഞു. ഇനി ദണ്ഡം തന്നെ ഉള്ളൂ ഒരേ ഒരു വഴി. ഇനി അവനെ ശിക്ഷിക്കുക. അത് മാത്രമേ ദണ്ഡത്തിന്റെ ഭാഷ, ശിക്ഷയുടെ ഭാഷ മാത്രമേ അവന് മനസ്സിലാക്കാൻ കഴിയൂ. യുദ്ധം ചെയ്യാതെ നിനക്ക് രാജ്യം കിട്ടത്തില്ല എന്ന് യുധിഷ്ഠിരനോട് ഭഗവാൻ പറയും. ദുര്യോധന്റെ കൂട്ടരെല്ലാവരും കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ ആരംഭിച്ചു. കാരണം കുരുക്ഷേത്രമാണ് അവർ യുദ്ധത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെയായിരിക്കും രാജാക്കന്മാരെല്ലാം മരിച്ചു വീഴുന്നു. അവരെല്ലാം മരണത്തിന്റെ അടുത്തെത്തിയവരാണ്. യുധിഷ്ഠിരൻ വളരെ ഗൗരവത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ചുറ്റുമുള്ള സഹോദരന്മാരും രാജാക്കന്മാരെയും എല്ലാവരെയും നോക്കി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഒരേ ഒരു കാര്യമേ ബാക്കിയുള്ളൂ, യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. ഇനി ഒരു സേനാപതിയെ നിശ്ചയിക്കാൻ സമയമായി. നമ്മുടെ 7 അക്ഷൗണിക്ക് 7 നായകന്മാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദ്രുപദൻ, വിരാടൻ, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സാത്വികി, ജയിദാനൻ, ഭീമസേനൻ. ഇവരിൽ ആരായിരിക്കണം പ്രധാന സേനാപതിയാവേണ്ടത്? സഹദേവ, നിന്റെ അഭിപ്രായത്തിൽ ആരായിരുന്നു? യുധിഷ്ഠിരൻ സഹദേവനെ നോക്കി. പൊതുവെ യുധിഷ്ഠിരൻ എപ്പോഴും എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാറുണ്ട്. ഏറ്റവും ഇളയ ആൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുടെ വരെ അഭിപ്രായം ചോദിക്കാറുണ്ട്. കൗരവസഭയിൽ ആരും ആരോടും ഒന്നും ചോദിക്കാറില്ല. ഇടിച്ചു കയറി സംസാരിക്കണം. സംസാരിച്ചാലും ആരും ഒന്നും കേൾക്കത്തില്ല. ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ ഏറ്റവും ഇളയ ആളോട് ആദ്യം ചോദിച്ചു. അപ്പോൾ സഹദേവൻ പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിരാട് രാജാവിനെയാണ് പ്രധാന സേനാപതിയാക്കേണ്ടത്. കാരണം നമ്മളുമായിട്ടൊരു കുടുംബപരമായിട്ട് ഒരു ബന്ധമുണ്ട്. ശക്തിയുടെ കാര്യത്തിലും ധർമ്മത്തിലും ആള് ഉറച്ച ആളാണ്. യുദ്ധത്തിൽ ആളിനെ തോൽപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് ആളായിരിക്കും യഥാർത്ഥ സേനാപതിയാണ്ടത്. യുധിഷ്ഠിരൻ അടുത്ത നകുലിനോട് ചോദിച്ചു. നകുലൻ പറഞ്ഞു, പക്വതയുടെ കാര്യത്തിലും ശാസ്ത്ര അറിവിന്റെ കാര്യത്തിലും ക്ഷമയുടെ കാര്യത്തിലും കുലത്തിന്റെ കാര്യത്തിലും എല്ലാവരുടെയും ബഹുമാന്യനായിട്ടുള്ള ആ കാര്യത്തിലും എപ്പോഴും സത്യസന്ധനായിട്ടിരിക്കുന്നതിന്റെ കാര്യത്തിലും സാക്ഷാൽ എല്ലാവിധ ആയുധന കലകളും സാക്ഷാൽ ഭരദ്വജനിൽ നിന്നും പഠിച്ച ദ്രോണനെ പോലും ദ്രോണാചാര്യരെ പോലും വെല്ലുവിളിക്കാൻ കഴിവുള്ള തപശ്ചര്യകൾ ചെയ്തിട്ടുള്ള മഹാശക്തനായിട്ടുള്ള ദ്രുപദനായിരിക്കണം നമ്മുടെ സൈന്യത്തിന്റെ സേനാപതി എന്ന് പറഞ്ഞു. ഇനി അർജുനോട് ചോദിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് തപോബലവും ഇന്ദ്രിയ ആസ്വാദനങ്ങളെയൊക്കെ നിയന്ത്രിച്ച, ഹോമാഗ്നിയിൽ നിന്നും ആയുധങ്ങളോടുകൂടി പുറത്തു വന്ന, അഗ്നിയെ പോലെ തേജസ്വിയായിട്ടുള്ള, മേഘത്തെ പോലെ ഗർജിക്കുകയും സിംഹത്തെ പോലെ ശക്തിയുമുള്ള, സിംഹത്തെ പോലെ ചങ്കുറപ്പുമുള്ള, സൂര്യനെ പോലെ തേജസ്വിയായിട്ടുള്ള, കാണുമ്പോൾ തന്നെ ഉന്മേഷവും പ്രചോദനവും തോന്നുന്ന, എപ്പോഴും സത്യസന്ധനായ, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചതാ, ദ്രോണനെ വധിക്കാൻ തന്നെ ജനിച്ച ദൃഷ്ടദ്യുമ്നനായിരിക്കണം നമ്മുടെ പ്രധാന സേനാപതി.
ദൃഷ്ടദ്യുമ്നൻ ഭീഷ്മരുടെ വലിയ വലിയ അസ്ത്രങ്ങളെ പോലും തടുത്തു നിർത്താൻ കഴിവുണ്ട്. യമരാജന്റെ ദണ്ഡ് പോലെ ആയിരിക്കും ദൃഷ്ടദ്യുമ്നന്റെ ഓരോ അസ്ത്രങ്ങളും. അതുകൊണ്ട് ഭീഷ്മർക്കെതിരെ നിൽക്കണമെങ്കിൽ ദൃഷ്ടദ്യുമ്നായിരിക്കും ഏറ്റവും നല്ലത്. ഭീമനോട് ചോദിച്ചു. ഭീമൻ എപ്പോഴും കുരുട്ടുബുദ്ധിയാണല്ലോ, ഈസി പരിപാടിയാണ്. ഭീമൻ പറഞ്ഞു, നമ്മുടെ പ്രധാന സേനാപതി ശിഖണ്ഡി ആയിരിക്കണം. കാരണം ഭീഷ്മരെ നശിപ്പിക്കേണ്ടത് ആള് ശിഖണ്ഡി തന്നെയാണ്. അതുകൊണ്ട് ദിവ്യാസ്ത്രങ്ങൾ അയക്കാനായിട്ട് ശിഖണ്ഡി മുന്നിൽ നിൽക്കുമ്പോൾ ആള് പരശുരാമനെ പോലെയാണ്. അതുകൊണ്ട് ഭീഷ്മർക്കിട്ട് നേരത്തെ തന്നെ പണി കൊടുക്കണം. അതുകൊണ്ട് ശിഖണ്ഡി തന്നെ ഏറ്റവും മുന്നിൽ നിർത്താൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു, കേശവന് മാത്രമേ പരമസത്യം എന്താണെന്ന് അറിയൂ. എല്ലാവരുടെയും ശക്തിയും ബലഹീനതയും എന്തൊക്കെയാണെന്ന് കേശവന് മാത്രമേ അറിയൂ. കൃഷ്ണൻ ആരുടെ പേരാണോ പറയുന്നത് അവരെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ജയിച്ചാലും തോറ്റാലും അതിന് കാരണക്കാരൻ കൃഷ്ണനായിരിക്കും. നമ്മുടെ ജീവിതം, നമ്മുടെ രാജ്യം, ജയം, സുഖം, ദുരിതങ്ങൾ എല്ലാം അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്നു. കേശവനാണ് നമ്മുടെ നായകൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഇപ്പൊ രാത്രിയാവുന്നു, അദ്ദേഹം തന്നെ നമ്മുടെ പ്രധാന സേനാപതിയെ നിശ്ചയിക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വിശ്രമിക്കാം. ഇനി രാവിലെ ആയുധപൂജ ചെയ്തതിന് ശേഷം, ബ്രാഹ്മണരെ കൊണ്ട് ആയുധപൂജ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കുരുക്ഷേത്രത്തിലേക്ക് പോകുന്നതായിരിക്കും. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഓരോ വ്യക്തികളും ഈ സൈന്യത്തെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള, നല്ല പ്രാപ്തിയുള്ളവർ തന്നെയാണ്. അവരെല്ലാം അതിസാഹസികരായ തന്നെയാണ്. ദേവേന്ദ്രന്റെ ഉള്ളിൽ പോലും ഭയം ജനിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. ധൃതരാഷ്ട്രപുത്രന്മാരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? അവരോ ഇതിനടക്കം തന്നെ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളാൽ അവർ നശിച്ചുകൊണ്ടിരിക്കുക. ദുര്യോധനും ദുര്യോധന്റെ സഹോദരങ്ങളും അവരെ സ്വയം വളരെ ശക്തമായിട്ട് കാണുന്നു. ദുര്യോധന്റെ ആ ഭാവമൊക്കെ മാറും. അർജുനെയും ഭീമനെയും നഗ്ന സഹോദയന്മാരെയും അഭിമന്യുവും ദ്രൗപദി പുത്രന്മാരെയും ദ്രുപദനെയും വിരാട് രാജാവിനെയും എല്ലാ പ്രധാന സേനാപതിമാരെയും കാണുമ്പോൾ അപ്പോൾ അവർക്ക് ഭയം തോന്നും. ഞാൻ പല രീതിയിലും ശാന്തി പ്രസ്താവന വെച്ചെങ്കിലും അവരതൊന്നും സ്വീകരിച്ചില്ല. അവർ ധർമ്മത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ല. അതുകൊണ്ട് നടക്കുന്ന കാര്യത്തിന് നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇനി എന്തായാലും യുദ്ധം നടന്നേ പറ്റൂ. ഇനി ആരായിരിക്കണം നമ്മുടെ പ്രധാന സേനാപതി എന്ന ചോദ്യത്തിന് ധനഞ്ജയൻ പറയുന്നതാണ് ഞാൻ സ്വീകരിക്കുന്നത്. ദൃഷ്ടദ്യുമ്നൻ തന്നെ നമ്മുടെ സേനാപതിയാകട്ടെ എന്ന്. ഇത് കേട്ട ഉടൻ തന്നെ എല്ലാവരും ഒരേപോലെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരുടെ അഭിപ്രായത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല. അവിടെ കൗരവ വർഷത്തെ എന്തോ എപ്പോഴും അടിയാണ്. യുദ്ധം ചെയ്യാൻ ഒരു അവസരം കിട്ടി എന്നതിന്റെ വലിയ ഉത്സാഹത്തിലും സന്തോഷത്തിലുമായിരുന്നു അവിടെ എല്ലാവരും. അവർക്കാർക്കും ഭഗവാന്റെ ആ തീരുമാനത്തിന് എതിരെ ഒന്നും ചിന്തിക്കാനില്ല. ഭഗവാൻ പറഞ്ഞു അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെ അവരെല്ലാവരും രാത്രിയിൽ വിശ്രമിക്കാൻ പോയി. പിറ്റേ ദിവസം ഏകദേശം 6-7 ദിവസത്തെ യാത്ര ചെയ്ത് അവർ കുരുക്ഷേത്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. വിരാട് രാജ്യത്തിന്റെ അവിടെ വിരാട് രാജ്യത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നു. എല്ലാവരും വേഗം ആവട്ടെ, വേഗം ആയുധങ്ങൾ ശേഖരിക്കൂ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിശകളിൽ നിന്നും അസംഖ്യം ശംഖുകളും, എല്ലാവരും ഉത്സാഹത്തോടു കൂടി സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കുന്നു. ബ്രാഹ്മണരെല്ലാം ശുഭമന്ത്രങ്ങൾ ചൊല്ലുന്നു.
സൈന്യത്തിന് എല്ലാവിധ നന്മകളും വിജയവും ലഭിക്കാൻ വേണ്ടി ആനകളൊക്കെ അലറിക്കൊണ്ടിരിക്കുന്നു. രഥങ്ങളുടെ ചക്രത്തിന്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും കൊട്ടു വായിക്കുന്നവരൊക്കെ പല പല കൊട്ടു ഉപകരണങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുരുക്ഷേത്രത്തിലേക്ക് യാത്രയാവുകയാണ്. സൈന്യത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ ഭീമസേനൻ, മാദ്രിയുടെ 2 പുത്രന്മാരും, അതിന് തൊട്ടുപുറയിലായിട്ട് ദൃഷ്ടദ്യുമ്നൻ, അതിന് ചുറ്റുമായിട്ട് ദ്രൗപദി പുത്രന്മാരും അഭിമന്യു. യോദ്ധാക്കൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയായിരുന്നു. അവരെല്ലാം ഗർജിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. അവരുടെ മധ്യത്തിലായിട്ട് യുധിഷ്ഠിരൻ ഒരു സ്വർണ്ണ രഥത്തിൽ സ്വർണ്ണ കവചവും ധരിച്ചുകൊണ്ട്, കയ്യിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആയുധമായ കുന്തവും പിടിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ അർജുൻ, ഭഗവാൻ കൃഷ്ണൻ സാരഥിയായിട്ടും. ചുറ്റും അസംഖ്യം രഥങ്ങളിൽ യുധിഷ്ഠിരന്റെ ഖജനാവിൽ ഉള്ള സമ്പത്തെല്ലാം കൊണ്ടുപോവുകയാണ്. കൂട്ടത്തിൽ അസംഖ്യം സേവകരും സൈനികരുടെ സഹായികളായിട്ടും കുറെ പേര്. ഇതിന് തൊട്ടു പുറയിലായിട്ട് കൂടുതൽ ആയുധങ്ങളും കൂടുതൽ ഭക്ഷണ വസ്തുക്കളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വൈദ്യന്മാരും, ഇവിടെ എടുത്തു പറയുന്നു, വേണ്ടി വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ വരെ, അവരെല്ലാവരും കൂട്ടത്തിൽ കൂടുകയാണ്. എങ്ങനെ സൈന്യം മുന്നോട്ട് പോകുന്ന സമയത്ത് പാണ്ഡവർ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ്. പല പല ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ അവർ യാത്രയാവുകയാണ്. അവർ തീർത്ഥസ്ഥലങ്ങളിലൂടെ പോയില്ല. കാരണം ഇത്രയും വലിയ സൈന്യം പോകുമ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ തകരുകയോ എന്തെങ്കിലും ആപത്തുകൾ വന്നു കഴിഞ്ഞാൽ അതൊരു അപശകുനം ആകണ്ടെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ക്ഷേത്രം, തീർത്ഥസ്ഥലങ്ങളിലൂടെ അല്ലാതെ വേറെ വഴികളിലൂടെ പോവുകയായിരുന്നു. ബ്രാഹ്മണരെല്ലാം ശുഭമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. കൂടാനുകൂടി സൈനികർ യാത്രയാവുകയാണ്. സൂര്യാസ്തമയമാകുമ്പോൾ അവരെവിടെയെങ്കിലും തമ്പടിക്കും. ആറാമത്തെ രാത്രി അവർ കുരുക്ഷേത്രത്തിലെത്തുകയാണ്. അവിടെ ഹിരൺവതി എന്ന് പറയുന്ന നദിക്ക് അടുത്തായിട്ട് അവർ ഒത്തുകൂടുകയാണ്. അവിടെ പാണ്ഡവർക്കായിട്ട് വലിയ ഒരു ശിബിരം പണിയുകയാണ്. ഈ ഒരു ശിബിരമായിരിക്കും അവിടുത്തെ പ്രധാന കേന്ദ്രം, ഒത്തുകൂടാനുള്ള ഒരു സഭാ മന്ദിരം പോലെ. അതിനു ചുറ്റും ഭഗവാൻ കൃഷ്ണൻ, ദൃഷ്ടദ്യുമ്നൻ, ദ്രുപദൻ, വിരാടൻ, അവർക്ക് വേണ്ടിയുള്ള ശിബിരം പണിയുകയാണ്. പിന്നെ എപ്പോഴും കാവലായിട്ട് നിൽക്കുന്ന ഭടന്മാർക്ക് വേണ്ടിയും അവിടെ ശിബിരങ്ങൾ പണിഞ്ഞു. ആയുധങ്ങളും രഥങ്ങളും കുന്നുകൂടി അവിടെ കിടക്കുകയായിരുന്നു. അതേപോലെ തന്നെ ധാന്യങ്ങളും നെയ്യ്, തേന്, പല പല ഭക്ഷണ പദാർത്ഥങ്ങളും കുന്നുകൂടി കിടക്കുകയാണ്. ആയിരക്കണക്കിന് ആനകൾ അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. പർവ്വതങ്ങൾ, ഇങ്ങനെ അനങ്ങുന്ന പർവ്വതങ്ങളെ പോലെയായിരുന്നു വലിയ വലിയ ആനകൾ. അവരെല്ലാം സ്റ്റീലിന്റെ കവചങ്ങൾ ധരിച്ചിരുന്നു. നല്ല മുള്ളുള്ള സ്റ്റീല് വെച്ച് തന്നെ നല്ല കട്ടിക്കുള്ള കവചങ്ങൾ, നല്ല മൂർച്ചയേറിയ മുള്ള് കൊണ്ട്, അതായത് അതിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ല, ഇങ്ങനെ മുള്ളായിട്ട് ഇങ്ങനെ സ്റ്റീലിന്റെ കുന്തം പോലെ ഉള്ള അതും അതിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് അറിയാതെ മറിഞ്ഞ് ആനയുടെ മുകളിലോട്ട് തട്ടുകയാണെങ്കിൽ ഉടനെ അവർ മരിക്കും. ആ കുന്തം കുത്തി കയറും. ഒരു മുള്ളു പോലെ ആ കവചത്തിന്റെ മുകളിലുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇവരുടെ കയ്യിൽ പല പല യന്ത്രങ്ങളുണ്ടായിരുന്നു.
പാറകൾ എറിയാൻ പറ്റുന്ന, ഇരുമ്പ് ഗോളങ്ങൾ എറിയാൻ പറ്റുന്ന, കത്തിക്കൊണ്ടിരിക്കുന്ന എണ്ണ എറിയാനായിട്ട്, കുന്തം എറിയാനും, പിന്നെ നല്ല ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് എറിയാനുമായിട്ടുള്ള യന്ത്രങ്ങളുണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണനും ദൃഷ്ടദ്യുമ്നനും സഹോദരങ്ങളുമായിട്ടൊക്കെ യുധിഷ്ഠിരനുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അവരെല്ലാവരും യുദ്ധത്തിന്റെ ആരംഭത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അധികം ദൂരെ അല്ലാതെ കൗരവ സൈന്യത്തിന്റെയും ബഹളം അവർക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇനി ഒറ്റ ഒരു കാര്യമേ ബാക്കിയുള്ളൂ. ഇരുപക്ഷത്തെയും പ്രധാന സേനാപതിമാർ ഒത്തുകൂടി ഒരു ദിവസം യുദ്ധത്തിന്റെ നിയമങ്ങളൊക്കെ നിശ്ചയിക്കുന്നു. ഏത് ദിവസം തുടങ്ങണമെന്ന് നിശ്ചയിക്കുന്നു. ഇതേ സമയത്ത് ഭഗവാൻ ഹസ്തിനപുരിയിൽ നിന്നും വിരാട് രാജ്യത്തിലേക്ക് പോയ സമയത്ത് ദുര്യോധന്റെ മന്ത്രിമാരോടെല്ലാം ചർച്ച ചെയ്തിരുന്നു. നമ്മൾ കൃഷ്ണനെ ബന്ദിയാക്കാൻ നോക്കി, കൃഷ്ണൻ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്തായാലും കൃഷ്ണൻ നമ്മളോട് വലിയ ദേഷ്യമായിരിക്കും. അതുകൊണ്ട് പാണ്ഡവരെ പൂർണ്ണ ശക്തിയോടുകൂടി നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ കൃഷ്ണൻ പ്രേരിപ്പിക്കും. നമ്മുടെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള യുദ്ധം ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് ഒട്ടും താമസിക്കരുത് സൈന്യത്തെ തയ്യാറാക്കാൻ. എത്രയും പെട്ടെന്ന് അവരെ കുരുക്ഷേത്രത്തിലേക്ക് നയിക്കൂ. ഇവർ പോകുന്ന വഴിയെല്ലാം വളരെ വൃത്തിയാക്കി വെക്കേണ്ടതാണ്. നമ്മളെല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടതാണ്. കർണൻ, ശകുനി, ദുശാസനൻ എല്ലാവരും സഭയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ എടുത്ത് യാത്രയാവുകയാണ്. അവരെല്ലാം കൈയും കാലും ഒക്കെ അടിക്കാൻ തുടങ്ങി. കാരണം വലിയൊരു യുദ്ധത്തിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അവരുടെ ആയുധങ്ങളെല്ലാം രഥത്തിൽ കയറ്റി ഹസ്തിനപുരി മുഴുവൻ ഒരു ഭക്ത ചോദിക്കുന്നു, യുദ്ധത്തിന് സഹായാഭ്യർത്ഥനയുമായി ദുര്യോധൻ കൃഷ്ണന്റെ അടുത്തേക്ക് യുദ്ധത്തിന് മുമ്പെയാണ് പോയത്. അതെപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമല്ലേ ഭഗവാൻ ശാന്തിദൂതനായിട്ട് വരുന്നത്. അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന്റെ ആ ഒരു കോലാഹലം ഹസ്തിനപുരിയുടെ ആ രാജ്യത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നു. എല്ലായിടത്തും ബഹളമായിരുന്നു. ആ നഗരം മൊത്തം രഥവും ആനകളും കുതിരകളും കൊണ്ട് നിറഞ്ഞ ഒരു സമുദ്രം പോലെയായിരുന്നു. എല്ലായിടത്തും വാദ്യോപകരണങ്ങളുടെ ശബ്ദവും സമുദ്രത്തിന്റെ ഗർജന പോലെ, സമുദ്രത്തിന്റെ ശബ്ദം പോലെ, തിരമാലകളുടെ ഗർജന പോലെയായിരുന്നു. സൈന്യത്തിൽ നിന്ന് വരുന്ന ആ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ ദുര്യോധന് വലിയ സന്തോഷമായി. ദുര്യോധൻ സ്വയം ആയുധങ്ങളൊക്കെ ആയിരക്കണക്കിന് രഥങ്ങളിൽ കയറ്റിവെക്കുകയായിരുന്നു. വില്ലുകളും അസ്ത്രങ്ങളും മഴു, കുന്തം, ഗദ, പലതരത്തിലുള്ള ഭീകര ആയുധങ്ങളെല്ലാം കയറ്റിവെക്കുകയാണ്. ഒരുപാട് മണല് എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാക്കി നല്ല ചൂട് കൊടുത്തിട്ട് അത് സൈനികർക്കെതിരെ എറിയാനായിട്ട്. ഇനി വലിയ ചാക്കുകൾ നിറച്ച് വിഷം കൂടിയ പാമ്പുകളുണ്ട്, അതിനെ എറിയുന്നു. വിഷമുള്ള പാമ്പുകളെയൊക്കെ ചാക്കിലാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ അമ്മൂ നാരായണ. പിന്നെ പലതരത്തിലുള്ള അസ്ത്രങ്ങളെ എറിയാൻ പറ്റുന്ന യന്ത്രങ്ങളും ഉണ്ടായിരുന്നു. രഥം നിറച്ച് പലതരത്തിലുള്ള ബോംബുകൾ പോലെയുള്ള വസ്തുക്കൾ. അന്നേരം ബോംബൊന്നും ഇപ്പോഴല്ല, അന്നേ ഉണ്ട്. പലതരത്തിലുള്ള ആയുധങ്ങളും പൊട്ടിത്തെറിക്കുന്ന ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആയുധങ്ങൾ കാണുമ്പോഴേ യോദ്ധാക്കൾക്ക് ഹരം വരുന്ന രീതിയിൽ, രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ആയുധങ്ങളായിരുന്നു.
യോദ്ധാക്കളെല്ലാവരും ഒത്തുകൂടി അവരെല്ലാവരും രത്നങ്ങൾ പതിപ്പിച്ച ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുകയായിരുന്നു. ഓരോ രഥത്തിലും എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. അതുകൂടാതെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ടുള്ള മരുന്നുകൾ, അതായത് കൈ കട്ടായി കഴിഞ്ഞാൽ പോലും ആ മരുന്ന് വെച്ച് വീണ്ടും ഒന്നിപ്പിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള മരുന്നുകളൊക്കെ. ഓരോ രഥത്തിനും 4 കുതിരകൾ വീതം ഉണ്ടായിരുന്നു. ആ കുതിരകളുടെ കഴുത്തിലെല്ലാം നല്ല മണികളും മുത്തുകളും ഉണ്ടായിരുന്നു. വലിയ വലിയ കൊടിയടയാളങ്ങളും പലതരത്തിലുള്ള ആഭരണങ്ങളും വാളും പരിചകളും എല്ലാം ഉണ്ടായിരുന്നു. ഈ രഥങ്ങളെയൊക്കെ കാണുമ്പോൾ അനങ്ങുന്ന കോട്ടകളെ പോലെ, ചലിക്കുന്ന കോട്ടകളെ പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. വലിയ വലിയ ആനകൾ എല്ലാ തരത്തിലുള്ള കവചങ്ങളും ധരിച്ചുകൊണ്ട്, ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആനകളും നടക്കുകയായിരുന്നു. ഒരു ആനപ്പുറത്ത് 7 യോദ്ധാക്കളായിരുന്നു ഇരിക്കുന്നത്. 2 വളരെ വിദഗ്ധരായിട്ടുള്ള അമ്പും വില്ലും അറിയാവുന്നവരും 2 വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവരും. അതുകൂടാതെ 2 പേര് പ്രത്യേകതരം ഒരു ഹുക്ക് പോലൊരു സാധനം, അത് എറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ കഴുത്തിലേക്ക് കുത്തിക്കയറും. ചിലവരുടെ കയ്യിൽ കുന്തവും തൃശൂലവും. എന്നിട്ട് ആനകൾ ഇങ്ങനെ ആടി ആടി നടന്നുകൊണ്ടിരിക്കുന്നു. ആനയ്ക്ക് തൊട്ട് പുറകെയായിട്ട് 1000കണക്കിന് കുതിരപ്പടയാളികളും. അവരെല്ലാം കയ്യിൽ കൊടിയടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട്. എന്നിട്ട് ഈ കുതിരകളെല്ലാം ഏറ്റവും നല്ല ഇനം കുതിരകളായിരുന്നു. അതായത് പടയാളി വിചാരിക്കുന്നതിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിവുള്ള. ഇനി ഈ കുതിരപ്പടയാളികളുടെ തൊട്ട് പുറകിലായിട്ട് കാൽനടയാൽ മുന്നോട്ട് നീങ്ങുന്ന പടയാളികൾ. അവരുടെ നല്ല തിളക്കമുള്ള കവചങ്ങളൊക്കെ സൂര്യരശ്മിയിൽ തിളങ്ങുകയായിരുന്നു. ഓരോ രഥത്തിന് ചുറ്റും 10 ആനകൾ വീതം ഉണ്ടായിരുന്നു. ഓരോ ആനയ്ക്ക് ചുറ്റും 10 കുതിര പടയാളികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഓരോ കുതിര പടയാളികൾക്ക് ചുറ്റും 10 കാൽപ്പടയാളികളും ഉണ്ടായിരുന്നു. എന്തുമായിരിക്കും അല്ലേ? ഹരേ കൃഷ്ണ. ഓരോ രഥത്തിന് ചുറ്റും 10 ആനകൾ. എന്നിട്ട് ഓരോ ആനയിൽ 7 പേര് വെച്ചിട്ട് മുകളിലിരിക്കുന്നു, ആയുധങ്ങൾ വെച്ച്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഓരോ ആനയുടെ ചുറ്റും 10 കുതിരപ്പടയാളികളും. എന്നിട്ട് ആ കുതിരപ്പടയാളികളുടെ ചുറ്റും 10 കാൽപ്പടയാളികളും. ഹരേ കൃഷ്ണ. അങ്ങനെ 11 അക്ഷൗണി പടയായിട്ട് ദുര്യോധന ഇങ്ങനെ പോവുകയാണ്. എന്തുമായിരിക്കും ആ കാഴ്ച അല്ലേ എൻ്റെ നാരായണ. ഓരോ അക്ഷൗണിയിലും ഏകദേശം 20,000 ആനകളുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധൻ അഭിമാനത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. സീമയില്ലാത്ത അനന്തമായ സമുദ്രത്തെ പോലെ ദുര്യോധൻ കണ്ട് രസിക്കുമായിരുന്നു ദുര്യോധന്റെ സൈന്യത്തെ. എന്നിട്ട് ദുര്യോധൻ വിചാരിക്കുകയാണ്, എൻ്റെ സൈന്യത്തെ നോക്കാനുള്ള ചങ്കൂറ്റം പോലും പാണ്ഡവർ കാണത്തില്ല. ഓരോ സൈന്യ വിഭാഗത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാക്കളെ തന്നെ അതിൻ്റെ നേതൃത്വം വഹിക്കാൻ നിയമിച്ചു. ഓരോ അക്ഷൗണിക്കും ഓരോരോ വ്യക്തികളെ നേതൃത്വത്തിന് വേണ്ടി സമർപ്പിച്ചു. കൃപാചാര്യൻ, ദ്രോണാചാര്യൻ, ശല്യൻ, ജയദ്രഥൻ,
സുദക്ഷണൻ, കംഭോജൻ, കൃതവർമ്മ, അശ്വത്ഥാമ, ഭുരിശ്രവൻ, ശകുനി, ബാഹ്ലികൻ എല്ലാം തയ്യാറായതിനു ശേഷം ദുര്യോധൻ ഭീഷ്മരുടെ മുമ്പിൽ ചെന്നു കൈകുപ്പി പറഞ്ഞു, നല്ലൊരു സേനാപതി ഇല്ലാതെ എത്ര വലിയ സൈന്യം ലഭിച്ചാലും അത് പൂർണ്ണമാകത്തില്ല. പൊതുവെ സൈനികർ തമ്മിൽ എപ്പോഴും പകയും വിദ്വേഷവും കാണും, അസൂയയും കാണും. അതുകൊണ്ട് നമുക്കും ഒരു പ്രധാന സേനാപതിയെ വേണം. പിതാമഹ, അങ്ങ് സാക്ഷാൽ ശുക്രാചാര്യരെ പോലെയാണ്. അങ്ങ് എപ്പോഴും ധർമ്മത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങ് നമ്മുടെ സേനാപതിയാകണം. അങ്ങ് നമ്മുടെ കുരുവംശത്തിലെ സൂര്യനെ പോലെയാണ്. അങ്ങനെ കുറേ പൊക്കി പറയും. അങ്ങ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദേവന്മാർക്ക് പോലും നമ്മുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം കേട്ടിട്ട് ഭീഷ്മർ പറഞ്ഞു, നീ പറയുന്ന പോലെ ആകട്ടെ. പക്ഷേ നീ എനിക്ക് എങ്ങനെയാണോ പ്രിയപ്പെട്ടവർ, അതേപോലെ തന്നെ പാണ്ഡവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ കാര്യം നോക്കുക എന്നതും എൻ്റെ കർത്തവ്യമാണ്. പക്ഷെ ഞാൻ നിനക്ക് വാക്ക് നൽകിയതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. ഭീഷ്മര് വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത ആ പ്രതിജ്ഞയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഭീഷ്മർ സ്വന്തം അച്ഛനായ ശാന്തനുവിന് ഒരു വാക്ക് കൊടുത്തിരുന്നു, എപ്പോഴും ഹസ്തിനപുരിയിലെ രാജാവിനെ സംരക്ഷിച്ചുകൊള്ളാം. അദ്ദേഹം സ്വയം ഒരിക്കലും രാജാവാകത്തില്ല. പക്ഷെ ആര് ഹസ്തിനപുരി ഭരിക്കുന്നു അവർ പറയുന്ന കേൾക്കും. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ഒരിക്കലും ചിന്തിച്ചില്ല ഈ ഒരു അവസ്ഥയിലേക്ക് അതൊക്കെ എത്തിക്കും. അതുകൊണ്ട് ഇതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പേ ദുര്യോധൻ വന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഭീഷ്മർക്ക് അത് കേൾക്കേണ്ടി വന്നു. സഭയിലിരിക്കുന്ന ആ സിംഹാസനത്തെ നോക്കി, ഭീഷ്മരുടെ അച്ഛനിരുന്ന ആ സിംഹാസനത്തെ നോക്കി ഭീഷ്മർ പറഞ്ഞു, എന്നോളം ശക്തനായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല അർജുനൊഴികെ. അർജുന് അറിവുമുണ്ട്, എല്ലാവിധ ദിവ്യാസ്ത്രങ്ങളുടെ മന്ത്രങ്ങളും അറിയാം. പക്ഷെ എന്തായാലും അർജുൻ എന്നോട് നേരിട്ട് യുദ്ധത്തിന് വരത്തില്ല. എനിക്ക് ഈ ലോകത്തിൽ നിന്നും ദേവന്മാരെയും മനുഷ്യരെയും അസുരന്മാരെയും എൻ്റെ ആയുധത്തിന്റെ ബലത്താൽ ഉന്മൂലനം ചെയ്യാൻ കഴിയും. ഓരോ ദിവസവും ഞാൻ 10,000 യോദ്ധാക്കളെ കൊല്ലും. പക്ഷേ ഞാൻ ഒരിക്കലും പാണ്ഡവരെ കൊല്ലത്തില്ല. ഭീഷ്മർ പറഞ്ഞു, ഞാൻ സേനാപതിയായിട്ടിരിക്കുന്നിടത്തോളം കാലം കർണൻ യുദ്ധം ചെയ്യത്തില്ല. കർണൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യത്തില്ല. ആ സൂതപുത്രന്റെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യത്തില്ല. അപ്പം കർണൻ പറഞ്ഞു, ഞാൻ പ്രതിജ്ഞ എടുത്തല്ലോ, അങ്ങ് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ യുദ്ധം ചെയ്യത്തില്ല. ഗംഗാപുത്രനായിട്ടുള്ള അങ്ങ് വീഴുന്ന സമയത്തെ ഞാൻ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ദുര്യോധൻ അവിടെ ബ്രാഹ്മണരെ എല്ലാം ക്ഷണിച്ചു വരുത്തി ഭീഷ്മരെ സേനാപതിയായിട്ട് അഭിഷേകം ചെയ്യാം. എല്ലാവരും അവരവരുടെ വാദ്യ ഉപകരണങ്ങളൊക്കെ വായിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. എല്ലാവർക്കും ഉന്മേഷം തോന്നി, രോമാഞ്ചം തോന്നി. ഭീഷ്മരാണ് അവരുടെ സേനാപതി. ആർക്കാണ് ഭീഷ്മരെ തോൽപ്പിക്കാൻ കഴിയുക? ആൾ ഒറ്റയ്ക്ക് തന്നെ സമ്പൂർണ്ണ സൈന്യത്തെ ഉന്മൂലനം ചെയ്യാൻ പറ്റും. ആള് സ്വയം മരിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ ആളെ കീഴ്പ്പെടുത്താൻ കഴിയൂ.
പക്ഷെ അതേ സമയത്ത് ഭീഷ്മര് സേനാപതിയായപ്പോൾ പുറത്തെല്ലാം ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. വലിയ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി, വലിയ വലിയ മരങ്ങളൊക്കെ വീഴാൻ തുടങ്ങി, പല പല അപശകുനങ്ങളും അപശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് ഹസ്തിനപുരത്തിലെ പ്രജകളെല്ലാം ദേവന്മാരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭീഷ്മര് കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്നു, രഥത്തിൽ കയറി കുരുക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ആ സമയത്ത് പശ്ചിമ ദിശയിൽ കുരുസൈന്യം ഒത്തുകൂടിയതായിട്ട് കാണുകയാണ്. വലിയൊരു സമുദ്രം പോലെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ എല്ലാം കവചങ്ങൾ സൂര്യരശ്മിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശംഖനാദവും അവരുടെ ഗർജനയും എല്ലായിടത്തും വ്യാപിച്ചു അവരുടെ ശബ്ദം. ക്ഷത്രിയന്മാർ കാത്തു നിൽക്കുന്ന ആ നിമിഷം എത്തി. ഒന്നുകിൽ അവർ യുദ്ധത്തിൽ ജയിക്കും, അല്ലെങ്കിൽ മരിച്ചു സ്വർഗത്തിലെത്തും. ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി എല്ലാവരും കുരുക്ഷേത്രത്തിലേക്ക് യാത്രയാവുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ ഒരു അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 35 അധ്യായങ്ങളും കൂടെ ഉണ്ട്. ഈ 35 അധ്യായങ്ങളിലൂടെ മഹാഭാരത യുദ്ധം വർണ്ണിക്കുകയാണ്. അത് നമുക്ക് ഇന്ന് വൈകുന്നേരത്ത് 6 മണിയോട് കൂടി ആരംഭിക്കാം. കുരുക്ഷേത്രത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസകരമാണ്. അന്നേരം സൈനികരെല്ലാം യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതാണ് ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ശിഖണ്ഡിയുടെ വിധിയെക്കുറിച്ച് എല്ലാവരും യുദ്ധക്കളത്തിൽ ഒത്തുകൂടുന്നു. പിന്നെന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഒത്തുകൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കമൻസിലിടും. എല്ലാവരും യുദ്ധകളത്തിൽ ഒത്തുകൂടുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പറയൂ. അർജുന്റെ ഗാണ്ഡീവം കയ്യിൽ നിന്ന് പോകും. അർജുന് ഭയം തോന്നും, വിഷമം തോന്നും. ഞാൻ എന്തിനു യുദ്ധം ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരികയാണ്. അപ്പോഴെന്താവും? ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇത്രയും കാലം നമ്മൾ ഭഗവത്ഗീത മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ ഇപ്പം മഹാഭാരതത്തിലൂടെ വന്നതിന് ശേഷം അർജുന വിഷാദ യോഗം ആ ഒരു രംഗം വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടും. അർജുൻ എന്തുകൊണ്ട് വിഷമിക്കുന്നു. നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് എല്ലാം പഠിച്ചിരുന്നത് മഹാഭാരതം. പക്ഷെ വളരെ ഡീറ്റെയിലായിട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അർജുൻ്റെ വിഷമം എന്തായിരിക്കും. ഇനി നമുക്ക് കൂടുതൽ ഭഗവത്ഗീത മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ആ ഭഗവത്ഗീത നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ഈ മഹാഭാരതത്തിലൂടെ. കൊള്ളാം അല്ലേ. അങ്ങനെ ഇന്ന് വൈകുന്നേരത്ത് എല്ലാ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും, ഒരധ്യായം ശിഖണ്ഡിയെക്കുറിച്ച് നാളെ രാവിലെ നമ്മൾ പഠിക്കും. എല്ലാവരും യുദ്ധകളത്തിൽ ഒത്തുകൂടുന്നതായിട്ട് നാളെ ഉച്ചയ്ക്കും വൈകുന്നേരത്ത് ഭഗവത്ഗീതയും. പിന്നെ യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം ഭഗവത്ഗീത ആ അധ്യായം വരെ ആയിരിക്കും നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്യുന്നത്. കാരണം മറ്റന്നാൾ അടിയാൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്ത്, നാളെ രാവിലെ, നാളെ ഉച്ചയ്ക്ക്, നാളെ വൈകിട്ട്. അതുകൊണ്ട് ഇനി നമ്മൾ മഹാഭാരതത്തിൻ്റെ 4 അധ്യായങ്ങൾ എടുക്കും. ഓക്കെ, ഭഗവത്ഗീതയുടെ ആ ഒരു അധ്യായത്തോടു കൂടി മഹാഭാരതം നമ്മൾ
തൽക്കാലം നിർത്താം അല്ലേ? അത്രയും മതിയല്ലോ അല്ലേ? ബാക്കി ഇനി കേൾക്കണമെന്നില്ലല്ലോ. ഭഗവത്ഗീത വരെ കേട്ടാൽ പോരെ? എന്ത് പറയുന്നു? അന്നേരം നാളെ വൈകുന്നേരം വരെ നമ്മൾ ഭഗവത്ഗീത വരെ ചർച്ച ചെയ്തിട്ട് മഹാഭാരതം നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതുവരെ പോരെ? ബാക്കി ഇനി കേൾക്കണ്ടല്ലോ അല്ലേ? അന്നേരം മറ്റന്നാൾ വൃന്ദാവനത്തിൽ അടിയൻ എത്തുന്നു. വെള്ളിയാഴ്ച 21 തീയതി, പിന്നെ 22 തീയതി, 23 തീയതി, ഈ 3 ദിവസങ്ങളിലും മഹാഭാരതം ചർച്ച ചെയ്യുന്നതായിരിക്കും. പിന്നെ 24, 25, 26, 27, 28 യാത്രയായിരിക്കും, വൃന്ദാവൻ യാത്രയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിലപ്പം ചർച്ച ചെയ്യത്തില്ല കേട്ടോ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നാളെ വൈകുന്നേരം വരെ ഭഗവത്ഗീതയുടെ ആ അധ്യായം വരെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയുണ്ട് മഹാഭാരതം? സൂപ്പറല്ലേ? അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, അത് ഇനി വൈകുന്നേരത്ത് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.